നിന്റെ സന്ദർശനകാലം നീ അറിയാതിരിക്കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാല് പുറത്തു നിന്നും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് ഭവിക്കും. ഇത് AD 70 നടന്നു. ഞാൻ ഇന്നെങ്കിലും എന്ന് പറഞ്ഞതുകൊണ്ട് ആ വിശദീകരണത്തിലേക്ക് വരാം. ഈ യേശുവിൻ്റെ വരവാണ് എൻ്റെ വിഷയം. ഞാൻ പറഞ്ഞത് ഒരുപാട് വലിയ വിഷയമാണ്. അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ തൊട്ടു വരിക. ഓശാന ഞായറാഴ്ച ഇന്നെങ്കിലും എന്ന് പറയുന്നതിൻ്റെ പുറകിൽ ഈ പ്രത്യേക ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ യേശുവേ? മോനെ, ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 25-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. ദാനിയേൽ ഇപ്പം വായിക്കണ്ട, സ്വന്തം സമയത്ത് ആവശ്യമുള്ളവർ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 25-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായൊരു പ്രഭു വരെ 69 ആഴ്ചവട്ടം. പ്ലെയിൻ ലാംഗ്വേജിൽ ഒറ്റയടി 69 ആഴ്ചവട്ടം എന്ന് പറയുകയല്ല, ഒരു 7 പിന്നെ 62 അങ്ങനെ തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായൊരു പ്രഭു വരെ 69 ആഴ്ചവട്ടം. 69 ആഴ്ചവട്ടം തികയുമ്പോൾ അഭിഷക്തൻ തള്ളപ്പെടും, ഛേദിക്കപ്പെടും. അവനാരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പടജ്ജനം അവരുടെ പണി ചെയ്യും. നെഹമ്യാവിൻ്റെ പുസ്തകം, ഞാൻ മുമ്പേ പറഞ്ഞത് ദാനിയേൽ 9:25. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ നെബൂഖദ്നേസർ കൽപ്പന കൊടുത്തു എന്ന് കാണാം. യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷക്തൻ ഛേദിക്കപ്പെടും. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെട്ടു എന്ന് കാണാം. അന്നു മുതൽ 69 ആഴ്ചവട്ടം തികയുക. പ്രവചനത്തിൽ, പ്രത്യേകിച്ചും യഹൂദനോടുള്ള ബന്ധത്തിലെ പ്രവചനത്തിൽ ഒരു ദിവസത്തെ ഒരു വർഷമായി കണക്കാക്കും. ഒരു പ്രവചന ദിവസത്തെ യഹൂദൻ്റെ ഒരു വർഷമായി കണക്കാക്കും. നമ്മുടെ വർഷമല്ല, നമ്മൾ ഇന്ന് ഗീഗോറിയൻ കലണ്ടർ ഉപയോഗിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് സൂര്യമാന വർഷമാണ്. പക്ഷെ യഹൂദൻ ഉപയോഗിച്ചത് അതല്ല, അവർ ചന്ദ്രമാന വർഷമാണ് ഉപയോഗിച്ചത്. അവരുടെ ഒരു വർഷത്തിന് 360 ദിവസമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 69 ആഴ്ചവട്ടം എന്ന് പറയുന്നത് 69 ഗുണം 7 സമം 483 പ്രവചന ദിവസങ്ങളാണ്. 483 പ്രവചന ദിവസങ്ങളെന്ന് പറയുന്നത് യഹൂദൻ്റെ 483 വർഷമാണ്. യഹൂദൻ്റെ ഒരു വർഷത്തിന് 360 ദിവസമാകയാൽ 483 പ്രവചന ദിവസങ്ങൾ ഗുണം 360 എന്നെഴുതിയാൽ 1,73,880 ദിവസങ്ങളെന്ന് കിട്ടും. അർത്ഥശിഷ്ടാരാജാവിൻ്റെ അർത്ഥശിഷ്ടാരാജാവ് കൽപ്പിച്ചത്. അർത്ഥശിഷ്ടാരാജാവിൻ്റെ കൽപ്പന പുറപ്പെട്ടത് പേർഷ്യൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കളിമൺ പലകയിൽ എഴുതിയിരിക്കുന്നത് BC 445 മാർച്ച് മാസം 14-ാം തീയതിയാണ്. ഇനി ഞാൻ പ്ലെയിൻ ലാംഗ്വേജിലേക്ക് മാറുക. BC 445 മാർച്ച് മാസം 14-ാം തീയതി മുതൽ 1,73,880 ദിവസങ്ങൾ കഴിയുമ്പോൾ അഭിഷക്തൻ ഛേദിക്കപ്പെടും. അതാണ് അന്ന് മുതൽ BC 445 14-ാം തീയതി മുതൽ ഈ 1,73,880 ദിവസം കഴിയുന്നതാണ് AD 32 ഏപ്രിൽ 6. അതായിരുന്നു ഓശാന. യേശു അന്നാണ് ഇസ്രായേലിലെ സ്ത്രീകളോട് വിളിച്ചു പറയുന്നത്, നിന്റെ സമാധാനത്തിനുള്ളത് ഇന്നെങ്കിലും, ഏറ്റവും കുറഞ്ഞത് ഇന്നെങ്കിലും നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴും നിന്റെ കണ്ണുകൾക്ക് മറവ. നിനക്ക് കണക്കറിയാൻ വയ്യ എന്നുള്ളതും ചരിത്രം അറിയാൻ വയ്യ എന്നുള്ളതും ശിക്ഷയിൽ നിന്ന് വിമുക്തമാകാൻ ഉതകത്തില്ല. നിനക്കിത് പറ്റി. ഈ ദേവാലയത്തെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എടുത്തു കളയുന്നൊരു കാലം വരും. നീ അത് അറിയേണ്ടതായിരുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ ചിലരോട് സംസാരിക്കുമ്പോൾ ഇതിനകത്തോ വെളിയിലോ ഇരുന്നു കൊണ്ട് ഈ ശബ്ദപരിധിയിലുള്ള ചിലരോട് നിങ്ങളുടെ സമയമായി എന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നെങ്കിൽ മറക്കരുത്, ആ സമയത്തിന് വേണ്ടി ദൈവ മുമ്പിൽ വരിക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയുടെ ദിവസം മുതൽ കുറേ നാളുകൾ മുന്നോട്ട് മാറി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പുതിയ നിയമസഭയ്ക്കുണ്ടായത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പുതിയ നിയമസഭയ്ക്കുണ്ടായത് മുതൽ
യേശുവിൻ്റെ മധ്യാകാശ വരവിൽ കാഹളം ധ്വനിക്കുന്നത് വരെയുള്ള ദിവസങ്ങളെ സഭാ കാലഘട്ടം എന്ന് വിളിക്കും. ആവർത്തിക്കാം. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം യെരുശലേമിൽ നടന്ന് സാധാരണഗതിയിൽ യഹൂദൻ്റെ ചിന്തയ്ക്കനുസരിച്ച് യെരുശലേം ദേവാലയത്തിലായിരുന്നു പരിശുദ്ധാത്മാഭിഷേകം നടക്കേണ്ടത്. നടന്നില്ല. കാര്യം യേശുവിനെ ക്രൂശിച്ച സമയത്ത് വേറൊരു രഹസ്യം ഇതിനകത്ത് എങ്ങാണ്ടൊക്കെ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്, വരും. ഇത് ഞാൻ കൂട്ടി തീർക്കേണ്ടത് കൊണ്ടാണ് ഞാൻ എളുപ്പം പോകുന്നത്. അല്ലെ, പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനുള്ള എല്ലാ വസ്തുക്കളും എൻ്റെ ഉണ്ട്. അത് നമുക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേഗത്തിൽ പോകുന്നത്. യഹൂദന് പലതിനെക്കുറിച്ചും അറിവില്ലായിരുന്നു, എനിക്ക് പലതിനെക്കുറിച്ചും അറിവില്ല. എൻ്റെ അറിവുകേട് ദൈവം ക്ഷമിക്കുന്നതല്ല, എൻ്റെ അറിവുകേട് അറിയേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എന്നെപ്പോലെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരാളിനെ പഠിപ്പിക്കാൻ ദൈവത്തിന് തിരിഹിതമായെങ്കിൽ ആരെയും പഠിപ്പിക്കും. നമ്മുടെ ഈഗർനെസ്സിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് സഭയുടെ മേൽ വന്ന ദിവസമാണ് സഭായുഗം ആരംഭിക്കുന്നത്. അന്നു മുതൽ മധ്യാകാശത്തിലെ കാഹളം ധ്വനിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തെ ചർച്ച് പീരീഡ്, പരിശുദ്ധാത്മാവിൻ്റെ യുഗം എന്നൊക്കെ വിളിക്കും. പെന്തക്കോസ്ത് മുതൽ റാപ്ചർ വരെയുള്ള കാലഘട്ടത്തെയാണ് വിളിക്കുന്നത്. വി ആർ നൗ ഇൻ ദ ലാസ്റ്റ് മിനിറ്റ്സ്. അതിനകത്തെ അവസാനത്തെ സമയത്താണ് നമ്മൾ. സങ്കീർത്തനങ്ങൾ 90:10 ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യും എന്നൊരു പദം കാണാം. ഇത് എന്തും മുതൽ പറയുന്നതാണ്. ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഞാൻ മുമ്പേ പറഞ്ഞു, ഉണങ്ങിയ അസ്ഥികൾ തിരിച്ചെഴുന്നേക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഇസ്രയേല് ഉണങ്ങിച്ചെതറി. രണ്ട് പ്രധാന വാക്കുകളാണ് ഞാൻ എടുക്കുന്നത്. ഒന്ന്, അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുന്നത്, യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ ലക്ഷണം. ഇത് മധ്യാകാശ വരവിനെ കുറിച്ച് അല്ല പറയുന്നത്. യേശുവിൻ്റെ മധ്യാകാശ വരവിന് ഒറ്റ ലക്ഷണം ബൈബിളിലില്ല. പറയുന്ന ലക്ഷണങ്ങൾ മുഴുവനും മഹത്വപ്രത്യക്ഷതയുടെ കാര്യമാണ്. മധ്യാകാശത്തിലെ വരവ് കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞാണ് മഹത്വപ്രത്യക്ഷത. അതിൻ്റെ ലക്ഷണമായി പറയുന്നത്. എങ്കിൽ അതിന് 7 വർഷം മുമ്പേ മധ്യാകാശത്തിലെ വരവ് നടക്കണം. തൻ്റെ മഹത്വപ്രത്യക്ഷതയുടെ ലക്ഷണങ്ങളാണ് ഞാൻ തൊടാൻ പോകുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് സെക്കൻഡിലെന്ന് പറയാനൊക്കത്തില്ല. ഞാൻ ഇന്നലെ രാത്രിയിൽ ഓർപ്പിച്ചു, ബാംഗ്ലൂർ പട്ടണത്തിൽ പ്രശസ്തനായ ഒരു സുവിശേഷകൻ എന്നോട് പറഞ്ഞൊരു പദം, ഞാൻ യേശുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് അദ്ദേഹം പ്രസംഗിക്കത്തില്ല. വരത്തില്ലെന്നുള്ളത് കൊണ്ടല്ല, പത്രോസ് മുതൽ ഇത് പറയാൻ തുടങ്ങിയ ഇതുവരെയും വന്നില്ല. അപ്പോൾ ഇത് എന്ന് വരുമെന്നോ എപ്പോൾ വരുമെന്നോ നമുക്കൊരു പിടിയുമില്ലാത്തത് കൊണ്ട്, വരുമെന്നത് സത്യമാണെങ്കിലും അക്യുറസി കുറവായതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അക്യുറസി കുറഞ്ഞാലും കാര്യം സത്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കും. അത് ഞാൻ പറയും. എന്നാ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. കാലങ്ങളും സമയങ്ങളും വർണ്ണിക്കുന്നത് എൻ്റെ പണിയല്ല, അത് യേശു പോലും ചെയ്തില്ല. ഇവിടെ ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പിനെയാണ് മോശ പ്രാർത്ഥനയിൽ ഉദ്ദേശിക്കുന്നത്. 90-ാം സങ്കീർത്തനത്തിൽ അദ്ദേഹം വീണ്ടെടുപ്പിനെ കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഉണങ്ങിയ അസ്ഥികൾ തിരിച്ചെഴുന്നേക്കുക എന്ന് വേറൊരു പ്രവചന രീതിയിൽ അതിനെക്കുറിച്ച് പറഞ്ഞാണ് പറഞ്ഞത്. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ഇസ്രയേൽ ഒരു ഉണങ്ങിയ അസ്ഥി പോലെ ലോകം മുഴുവനും ചെതറി. ഞാൻ ഇച്ചിരുടെ കണക്കുകൾ പറഞ്ഞോളാം. അവർ ലോകം മുഴുവനും ചെതറിക്കിടന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് 2ാമത്തെ ലോകമഹായുദ്ധത്തിന് ശേഷം അവർ ഒരുമിച്ച് ചേർന്നത്. 1948 അവർ ഒരുമിച്ച് ചേർന്നു. മോശയുടെ പ്രവചനത്തെ ആ ദിവസവുമായി ബന്ധപ്പെടുത്തിയാൽ ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80. 80 ആയില്ല കേട്ടോ, 80 ആയില്ല. 2-2.5 വർഷം കൂടെ ഉണ്ട്. ഏറെയായാൽ 80, അത് വേഗത്തിൽ തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ഈ കാലഘട്ടങ്ങളെക്കുറിച്ചാണ് എബ്രായ ലേഖനം 30 പറഞ്ഞത്. ഇനി ഏറ്റവും അല്പകാലം കഴിയുമ്പോൾ വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. ഇതിനെക്കുറിച്ചാണ് യേശു പറഞ്ഞത്, ആളുകൾ എണ്ണ വാങ്ങേണ്ട സമയം ഇതാ. ഇത് കഴിഞ്ഞാൽ എണ്ണ വാങ്ങാൻ ഒക്കത്തില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടവർ അതിനുവേണ്ടി ഇറങ്ങി വരിക. ഞാൻ വേറൊരാശയത്തിലേക്ക് മാറാം. ഇതിനൊരു 50 മുഖങ്ങളിലൂടെ വരാം. എല്ലാം തെളിവുകളാണ്. ലോകചരിത്രത്തിൽ ഇന്നലെ രാത്രിയിൽ ഞാൻ തൊട്ടു, മനുഷ്യൻ്റെ 3ാമത്തെ വീഴ്ച നിമ്രോദിൻ്റെ കാലത്താണ്. ആകാശത്തെ സ്വാധീനിക്കാവുന്ന മാന്ത്രിക ശക്തികൾ ഉപയോഗിക്കാവുന്ന ഒരു വലിയ ഗോപുരം പണിയുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ആ കാലഘട്ടത്തോടുകൂടെ ദൈവം പാപം കാണുവാൻ ഭൂമിയിൽ ഇറങ്ങി വന്ന 3ാമത്തെ സന്ദർഭമായി.
ഒന്ന്, ഏദൻ തോട്ടത്തിൽ യഹോവയാം ദൈവം പാപം കാണാൻ ഇറങ്ങി വന്നു. 2, നോഹയുടെ കാലത്ത് യഹോവയാം ദൈവം പാപം കാണാൻ ഇറങ്ങി വന്നു. 3, നിമ്രോദിന്റെ ഗോപുരത്തെങ്കിൽ ബാബേൽ കോട്ടയെങ്കിൽ യഹോവയായ ദൈവം പാപം കാണാൻ ഇറങ്ങി വന്നു. 3-ാം പ്രാവശ്യം ഇറങ്ങി വന്ന് ഈ ജനത്തെ ശപിച്ചു, അവരെ ജാതികളെന്ന് വിളിച്ചു, അവരെ ചെതറിച്ചു. ലോകം മുഴുവൻ ചെതറിച്ചു. യഹൂദനല്ല, ജാതികൾ, രാജ്യം മുഴുവൻ ചെതറി. ചെതറിക്കുവാൻ കാരണം, നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ നിങ്ങളിത് എന്ത് ആഗ്രഹിച്ചാലും സാധിക്കും, നിങ്ങൾക്കത് ഒക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയുടെ അവകാശം തിരിച്ചു പിടിക്കും. കാര്യം പിശാച് ആദ്യം മുതൽ വാദിക്കുന്നത്, ഞാൻ തിരിച്ചു സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഞാൻ ഉന്നത പർവ്വതത്തിൽ ഇരുന്നരളും, അത്യുന്നത ഗിരിയുടെ മുകളിൽ ഞാൻ ഇരുന്നരളും. ഇതാണ് അവൻ്റെ വാദം. ഈ ഭൂമി അവൻ തിരിച്ചു പിടിക്കും. പക്ഷെ തൽക്കാലം അത് തരാൻ നേരമായില്ല. അന്നത് കൊടുത്താൽ ഇന്ന് സഭ രൂപീകരിക്കത്തില്ല, ഞാനും നിങ്ങളും തള്ളപ്പെട്ടേനെ. ഒരു സഭ രൂപീകരിക്കേണ്ടതിന് തൽക്കാലം നീ ചെതറാൻ പറഞ്ഞു. അവനെ ചെതറിച്ചു. വ്യത്യസ്ത ശക്തികൾക്ക് രാജ്യം പങ്കിട്ടു കൊടുത്തു. 1000 വീണുപോയ ദൂതന്മാരാണ് ഭൂമിയെ ഭരിക്കാൻ വന്നത്. അവരെയാണ് വീണുപോയ ശക്തികൾ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാമോ, ഇന്നും ഭൂമി ഭരിക്കുന്നത് ഒരു ശക്തിയല്ല, 1000 ശക്തികൾ ചേർന്നാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു ഗുണപാഠത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഗ്രഹപാഠത്തിന് വേണ്ടി ഓരോ പദം കൂടെ പറയുന്നത് നല്ലതാണ്. ഞാൻ ഈ തിരുവനന്തപുരത്തിൻ്റെ തെക്കേ അറ്റത്തോട്ട് പോയെന്നിരിക്കട്ടെ, തെക്കേ അറ്റത്തോട്ട് പോയി. നിങ്ങൾ ഇവിടെ വരുമ്പോൾ ശരിയാകില്ല. തെക്കേ അറ്റത്തോട്ട് പോയി. ഞാൻ ഇവിടുന്ന് ഒരു ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചു. ഒരു വടയോ ബോണ്ടായോ എന്തെങ്കിലും ഒരെണ്ണം വാങ്ങി തിന്നു. അവിടെയുള്ള ഒരുത്തിനോട് സംസാരിച്ചു. എനിക്ക് മനസ്സിലായി അദ്ദേഹം പറയുന്നത് വടയുടെ രുചി ഓർമ്മയുണ്ട്, ബോണ്ടായുടെ രുചി ഓർമ്മയുണ്ട്, ചായയുടെ രുചി ഓർമ്മയുണ്ട്. ഒരു 2 മണിക്കൂർ കാർ ഓടിച്ച് തിരുവനന്തപുരം പട്ടണത്തിലെത്തി. ഒരു ചായ കുടിച്ചാൽ ടേസ്റ്റ് മറ്റേതല്ല. അതെന്നാ പറ്റി? ഇവിടം ഭരിക്കുന്ന ശക്തി വേറെയാണ്. അവൻ്റെ കൾച്ചർ ഇവിടെ നടക്കുന്നത്. ഇവിടുന്ന് ഞാൻ അടുത്ത ഒരു 4 മണിക്കൂറോട് ഓടിച്ചു, അങ്ങ് തിരുവല്ല ഏരിയയിലോട്ട് എത്തി. ഒരു ചായ കുടിച്ചു. ടേസ്റ്റ് ഇതല്ല. ആളുകളോട് സംസാരിച്ചു. ഇവിടുത്തെ സ്ലാങ് അല്ല, വേറൊരു ഭാഷയാണ്. ഞാൻ അവിടുന്ന് ഒരു 4 മണിക്കൂർ വീണ്ടും ഓടിച്ചു. ഒരു കോഴിക്കോട് സൈഡിലെത്തി. ഒരു ചായ കുടിച്ചു. ടേസ്റ്റ് എല്ലാം വ്യത്യസ്തം, ഭാഷ വളരെ വ്യത്യാസം. തിരിച്ച് ഞാൻ അങ്ങേ അറ്റത്ത് പോയി, കാഞ്ഞങ്ങാട്, വടക്കേ കേരളത്തിൻ്റെ വടക്കേ അറ്റം. അതാ ഒരു ചായ കുടിച്ചു. നമ്മുടെ ഭാഷയെ പറഞ്ഞ വായി വെച്ച് കുടിക്കാൻ നമുക്ക് കൊള്ളുകയില്ല, അവർക്ക് നല്ലതാണ്. അവിടെ ഒരുത്തനോട് സംസാരിച്ചു. അവൻ എന്നാ പറയുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല, ഒരു പിടിയും കിട്ടുന്നില്ല. അവൻ എന്നാ പറയുന്നത് മലയാളം തന്നെയാണ്. മോനെ, എങ്ങനെടാ ഈ ഭാഷ മാറിയത്? കേരളം ഒന്നാണെങ്കിലും ഇതിനകത്ത് ഓരോ നാടും ഭരിക്കുന്ന ഓരോ ശക്തിയാണ്. ഈ വ്യത്യസ്ത ശക്തികളെ നിങ്ങൾ സേവിച്ചല്ലോ, വ്യത്യസ്ത ശക്തികളെ നിങ്ങൾ ആരാധിച്ചല്ലോ. അവന്മാരുടെ പേരിൽ നിങ്ങളെ അറിയട്ടെ, എനിക്ക് നിങ്ങളെ വേണ്ട. പക്ഷെ നിങ്ങൾ ഒന്നിച്ച് നിൽക്കാൻ തൽക്കാലം ഞാൻ സമ്മതിക്കത്തില്ല. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ബലഹീനത കൊണ്ട് ഞാൻ മുതലെടുക്കുമെന്നല്ല, നിങ്ങൾക്ക് ഒരുമിച്ച് വരാൻ ഞാൻ അവസരം തരും. എന്നിട്ട് ആ ശക്തികളെ ഞാൻ ഒറ്റയടിക്ക് ജയിക്കും. അതുവരെ തൽക്കാലം നിങ്ങൾ ഭിന്നരായി നിന്ന് ഭരിക്കുക. അങ്ങനെ അവർ ഭിന്നരായി ഭരിച്ചു. അതിൽ കൂടുതൽ എനിക്ക് ഇപ്പോൾ എഴുക്കാനൊക്കത്തില്ല. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായത്തിലെ അന്ത്യകാല സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ 4-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, വൃക്ഷം വെട്ടി അതിൻ്റെ കൊമ്പ് മുറിച്ച് ഇല കുടഞ്ഞു കളക, കായ്കൾ ചിതറിച്ച് കളവീൻ, അതിൻ്റെ കീഴിൽ നിന്ന് മൃഗങ്ങളും കൊമ്പുകളിൽ നിന്ന് പക്ഷികളും പൊയ്ക്കൊള്ളട്ടെ. അടുത്ത പദം, അതിൻ്റെ തായ് വേരോ വയലിലെ ഇളമ്പുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധത്തോടെ ഭൂമിയിൽ വെച്ചേക്കുവീൻ. നിമ്രോദിൻ്റെ കാലത്തുള്ള ഗവൺമെൻറ്റിനെ കുടഞ്ഞു കളഞ്ഞു, അതിൻ്റെ കീഴിൽ നിന്ന് സകലതിനെ ഓടിച്ചു. പക്ഷേ തായ് വേരെങ്ങും പോകത്തില്ല, അത് അടിയിൽ തന്നെ കാണും. ഒരു ദിവസം അത് തിരിച്ചെഴുന്നേറ്റ് വരും. ആ തിരിച്ചു വരുന്ന വരവിനെയാണ് എതിർ ക്രിസ്തു എന്ന് വിളിക്കുന്നത്. ഭൂമിയിലുള്ള സകല രാജ്യങ്ങളും ഒരുമിച്ച് ചേരും. ഇന്ന് പിരിഞ്ഞുപോയ സകല വംശങ്ങളും ഒരുമിച്ച് ചേരും. പിശാച് അതിൻ്റെ രാജാവായി വാഴും. ഒരുമിച്ച് ഒരു UNOയുടെ നേതൃത്വത്തിലെന്ന് ഞാൻ കരുതുന്നു. UNOയുടെ നേതൃത്വം കരുതാനൊക്കെ കാര്യമുണ്ട്. UNOയുടെ നേതൃത്വത്തിലായിരിക്കാം ഒരു വൺ വേൾഡ് ഗവൺമെൻറ് ഉണ്ടാകും. ആ വൺ വേൾഡ് ഗവൺമെൻറ്റിനെ എതിർ ക്രിസ്തു എന്ന് വിളിക്കും. കാര്യം അവരുടെ മേൽ പൈശാചിക ശക്തി കാണും. യേശു ആ എതിർ ക്രിസ്തുവുമായി യുദ്ധം ചെയ്യും, അതിനെ ജയിക്കും. യേശു എതിർ ക്രിസ്തുവുമായി യുദ്ധം ചെയ്യും. കാര്യം അവരെ തിരിച്ചു കൊണ്ടുവരിക. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നെ തള്ളിവിട്ടിട്ട് എൻ്റെ കഴിവുകേട് സ്ഥാപിക്കാൻ നിന്നെ മുതലെടുക്കുക എന്നല്ല. നോ, നിനക്ക് ഒരുമിച്ച് നിൽക്കാൻ അവസരം തരാം. നിന്റെ സകല സിസ്റ്റങ്ങളും അടിയിൽ സൂക്ഷിച്ചേക്കാം, പക്ഷെ ഒടുവിൽ ഞാൻ അതിനോട് യുദ്ധം ചെയ്യും. അബ്രഹാമിന് അന്ന് 25 ലക്ഷത്തിൽ ഒരു ഭാഗമാണ് കൊടുത്തത്. 25 ലക്ഷത്തിൽ ഈ ഭൂമിയുടെ അതിലൊരു ഭാഗമാണ് കൊടുത്തത്. ബാക്കി മുഴുവനും ജാതികൾക്ക് കൊടുത്തവരെ ചെതറിച്ചു.
കർത്താവ് പറഞ്ഞ് എല്ലാം കൂടി ഒരുമിച്ച് പോരട്ടെ, ഒരുമിച്ച് കൂടി യുദ്ധം ചെയ്യാൻ നിങ്ങളെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് വരണം. ഞാൻ ഒത്തിരിയും കൂടെ അങ്ങ് ചാടിക്കോട്ടെ. അടുത്ത ഒരു ലക്ഷണം പറയുന്നത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ 4 നിറമുള്ള നിറപ്പകിട്ടുള്ള 4 കുതിരകളെ കാണിച്ചു. വെള്ള, ചുവപ്പ്, കറുപ്പ്, മലയാള ഭാഷയിൽ കുരാൽ നിറം, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് പേൽ ഗ്രീൻ. ഈ 4 നിറമുള്ള 4 കുതിരകളെ കണ്ടു. ഈ 4 കുതിരകൾ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുനിന്നാണ് എഴുന്നേൽക്കേണ്ടത്. അന്ത്യകാലത്തിൻ്റെ അടയാളങ്ങളിൽ ഒന്നായി ദൈവവചനം ചിത്രീകരിച്ചിരിക്കുന്ന ഒന്നതാ. ഞാൻ എനിക്ക് തോന്നുന്നത് ഒരു 4-5 വർഷം മുമ്പ് മുതൽ ഈ 4 കുതിരകളെക്കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഒട്ടും വിവരമില്ലാത്തവർ അതിനെ അവരുടെ നാശത്തിനായി മറ്റു തിരുവെഴുത്തുകളെ പോലെ കൂട്ടിക്കളഞ്ഞു. പക്ഷേ ഒരു പ്രത്യേകത ഒന്ന് ശ്രദ്ധിച്ചോണം. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് നിന്ന് ഒടുവിൽ പിടിച്ചു കെട്ടിയിരിക്കുന്ന 4 ആത്മാക്കളെ അഴിച്ചുവിടുവാൻ വേദപുസ്തകത്തിലൊരു കൽപ്പനയുണ്ട്. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് പൂട്ടിയിട്ടിരിക്കുന്ന 4 ശക്തികളെ അഴിച്ചുവിടുന്നതോടെ ഈ 4 നിറമുള്ള കുതിരകൾ രംഗത്ത് വരും. ഈ നിറങ്ങളെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാനിക്കാൻ ഇന്നത്തെ ലോകത്തിൽ നിന്ന് എടുക്കാനുണ്ട്. എന്നാൽ ഞാൻ ചില രാജ്യങ്ങളുടെ കൊടിയുടെ നിറം മാത്രം പറയാൻ പോവാം. എന്തൊക്കെയാണ് ഈ 4 കുതിരകളുടെ നിറം? വെള്ള, കറുപ്പ്, ചുവപ്പ്, കുരാൽ നിറം അല്ലെങ്കിൽ പേൽ ഗ്രീൻ. ഇതാണ് നിറം. യോർദാൻ എന്ന് പറയുന്ന സാമ്രാജ്യം യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണ്. അതിൻ്റെ ഫ്ലാഗ് ഒന്ന് നോക്കണം, കൃത്യം ഈ 4 നിറമാണ്. കുവൈറ്റിൻ്റെ ഫ്ലാഗ് ഒന്ന് നോക്കണം, കൃത്യം ഈ 4 നിറമാണ്. യമൻ്റെ ഫ്ലാഗ് ഒന്ന് നോക്കണം, കൃത്യം ഈ 4 നിറമാണ്. സുഡാൻ്റെ ഫ്ലാഗ് ഒന്ന് നോക്കണം, കൃത്യം ഈ 4 നിറമാണ്. സിറിയയുടെ ഫ്ലാഗ് ഒന്ന് നോക്കണം, കൃത്യം ഈ 4 നിറമാണ്. UAE ദുബായ് ഉൾപ്പെടെയുള്ള UAE ഫ്ലാഗ് ഒന്ന് നോക്കണം, ഇതേ നിറമാണ്. ഇറാഖിൻ്റെ ഫ്ലാഗ് ഒന്ന് നോക്കണം, ഇതേ നിറമാണ്. ഈജിപ്തിൻ്റെ ഫ്ലാഗ് ഒന്ന് നോക്കണം, ഇതേ നിറമാണ്. ഒരു 9 രാജ്യങ്ങൾ ഈ നദിയുടെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് കിടക്കുന്ന 9 രാജ്യങ്ങൾ ഇതേ 4 നിറത്തി വന്നു. ഇത് ആർക്കും ചിന്തിക്കാവുന്നതല്ല, ആർക്കും മനസ്സിലാക്കാവുന്നതല്ല. പക്ഷെ വേദപുസ്തക ഭാഷയിൽ എഴുതുകയാണ് ഈ 4 കുതിരകൾ കയറി വരും. ഈ 4 നിറങ്ങൾ രംഗത്ത് വന്നു, അവർ രാജ്യം നിറച്ചു. അടുത്തത് യൂഫ്രട്ടീസ് നദി പതുക്കെ പറ്റാൻ തുടങ്ങും. ഇന്ന് യൂഫ്രട്ടീസ് നദി പറ്റിക്കൊണ്ടിരിക്കുക. എത്ര പേർക്ക് ഇത് അറിയാമെന്ന് അറിഞ്ഞുകൂടാ. ഒരു ദൂതൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് നദിയിൽ ഒഴിക്കുന്നതും അതിനെ തുടർന്ന് ലോകചരിത്രത്തിലെ ആഴമേറിയ നദികളിൽ ഒന്നായിരുന്ന യൂഫ്രട്ടീസ് കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർ ലോകമഹായുദ്ധത്തിന് വേണ്ടി വരേണ്ടതിന്, അവർക്ക് വഴി ഉണ്ടാക്കേണ്ടതിന് യൂഫ്രട്ടീസ് വറ്റിപ്പോകുകയും ചെയ്യുമെന്ന് പറഞ്ഞു. 3 വർഷങ്ങളായി ന്യൂസ് പേപ്പേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയാണ് യൂഫ്രട്ടീസ് വറ്റുന്നു. ഇന്ന് സാധാരണ പട്ടാളത്തിന് അവരുടെ ടെമ്പററി ബ്രിഡ്ജിട്ട് കടക്കത്തക്കതുപോലെ യൂഫ്രട്ടീസ് ഉണങ്ങിക്കഴിഞ്ഞു. ലക്ഷണങ്ങൾ ഞാനിങ്ങോട്ട് നിരത്തുക. യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ ലക്ഷണങ്ങൾ ഒരറ്റത്തുനിന്ന് എല്ലാ ഭാഗത്തുനിന്നും ഞാനിങ്ങോട്ട് എടുക്കുക. ചില തലമുറകളെക്കുറിച്ച് ദൈവം ശിക്ഷയ്ക്ക് വേണ്ടി വിധിച്ച ചില തലമുറകളുണ്ട്. ദൈവത്തിന് അങ്ങനെയൊന്നും മനഃപൂർവ്വ വൈരാഗ്യമില്ല, ഭയങ്കര ക്ഷമയാണ്. കാര്യമൊക്കെ പറഞ്ഞാലും ഞാൻ ആ ഭാഗം വിശദീകരിക്കാൻ ഒക്കാത്തേ കൊണ്ട് തൊട്ടങ്ങ് പോകത്തേ ഉള്ളൂ. തൻ്റെ ക്രൂശീകരണ സമയത്തും ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചു. താൻ ഭയങ്കര ക്ഷമാലുവാണ്, കുറ്റം കണക്കിടത്തില്ല, ശിക്ഷിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിപ്പിക്കുന്നവരുണ്ട്. ഞാൻ ആ ഭാഗമൊന്ന് ചിന്തിച്ചോട്ടെ. യൂദായുടെ മുഖത്ത് നോക്കി യേശു പറഞ്ഞു, നീ ജനിക്കാതിരുന്നെങ്കിൽ നിനക്ക് നന്നായിരുന്നു. നിന്റെ മേലുള്ള ശാപം മാറത്തില്ല. ഞാൻ നിനക്ക് വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നത്. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക കൊണ്ട്, യൂദാ ചെയ്യുന്നത് എന്നാന്ന് അവന് നന്നായി അറിയായിരുന്നു. നീ ജനിക്കാതിരുന്നെങ്കിൽ നിനക്ക് നന്നായിരുന്നു. അവൻ അയ്യോ കഷ്ടം, ഞാൻ നിനക്ക് വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നത്. പീലാത്തോസിൻ്റെ അടുക്കൽ യേശു നിൽക്കുമ്പോൾ പീലാത്തോസ് അവനോട് പറഞ്ഞു, എനിക്ക് നിന്നെ വിടുവിക്കാൻ അധികാരമുണ്ടെന്നറിയാമോ? കർത്താവ് പീലാത്തോസിനോട് പറഞ്ഞത്, എന്നെ നിന്റെ അടുക്കൽ ഏൽപ്പിച്ചവന് എന്ന് പറഞ്ഞ മഹാപുരോഹിതനും ജനത്തിനും അധികം ശിക്ഷയുണ്ട്. അവനോട് ക്ഷമിക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിച്ചത്. പീലാത്തോസ് നിന്നോടും ക്ഷമിക്കത്തില്ല. കാര്യം നീ ദൈവത്തിങ്കിൽ നിന്ന് കിട്ടിയ അധികാരമാണ് ദുർവിനിയോഗം ചെയ്യുന്നത്. നിന്നോടും ക്ഷമിക്കത്തില്ല. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 50 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ ഹാബേലിൻ്റെ രക്തം തുടങ്ങി
യാഗപീഠത്തിനും ആലയത്തിനും നടുവിൽ വെച്ച് പട്ടുപോയ സെഖരിയാവിൻ്റെ രക്തം വരെ, ലോകസ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല പ്രവാചകന്മാരുടെയും രക്തം ഈ തലമുറയോട് ചോദിപ്പാൻ ഇടവരേണ്ടതിന് തന്നെ, അതെ, ഈ തലമുറയോടത് ചോദിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താ ഇതിനിടയ്ക്ക് ആരോടും ക്ഷമിച്ചില്ലേ? ഇല്ല. അറിഞ്ഞും കൊണ്ട് ചെയ്ത തെറ്റല്ല ക്ഷമിക്കുന്നത്, അറിയാതെ ചെയ്തതാണ്. യേശു പ്രാർത്ഥിച്ചത് പടയാളികൾക്ക് വേണ്ടിയാണ്. അവന്മാരാണ് എന്നെ തറയ്ക്കുന്നത്, അവന്മാരാ കുത്തുന്നത്, അവന്മാർക്ക് അറിഞ്ഞുകൂടാ ഇതെന്തോ വന്ന്. ഈ മഹാപുരോഹിതന് ഇത് അറിയാം, ഈ യഹൂദ ജനത്തിന് ഇത് അറിയാം, ഈ പീലാത്തോസിന് ഇത് ഏറെക്കുറെ അറിയാം. കാര്യം ഇവൻ വിശുദ്ധനാണ്, കാര്യത്തിൽ നീതിമാനാണ്, ഇടപെടരുതെന്നൊരു കത്തവൻ്റെ കിട്ടിയതാണ്. അവൻ വിധിച്ചിട്ടും ഒരു കുറ്റവും കാണുന്നില്ല എന്ന് അവൻ തന്നെ സമ്മതിച്ചതാ. അവനറിയാം. അവന് വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നത്, അറിഞ്ഞും കൊണ്ട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാനല്ല, അവരുടെ തെറ്റുണ്ട്. ഈ പദം മറക്കരുത്. ഹാബേലിൻ്റെ രക്തം തുടങ്ങി ആലയത്തിൻ്റെ വിടനിടി വെച്ച് പട്ടുപോയ സെഖരിയാവിൻ്റെ രക്തം വരെ സകല രക്തവും ഞാൻ ഈ തലമുറയോട് ചോദിക്കും. ന്യായവിധിക്ക് വേണ്ടി വിധിക്കപ്പെട്ട ഒരു തലമുറ, അത് ഒന്നുകൂടെ അവരുടെ മേൽ വലിച്ചു വെക്കാൻ അവർ തീരുമാനിച്ചത് കൊണ്ടാണ് യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് മഹാപുരോഹിതൻ മുഴുവനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നോട്ടെ എന്നൊരു വിളി വിളിച്ചത്. മോനെ, നീ ആ വാതിൽ തുറന്നത് നന്നായിടാ, കൃത്യം വന്നിരിക്കും. AD 70 കൈസരുടെ ചുമതലയിൽ നടന്ന വെട്ടിക്കൊലയിൽ ഇസ്രായേലിൻ്റെ രക്തം, അവിടുത്തെ കുട്ടികളുടെ രക്തം, ചെറുപ്പക്കാരുടെ രക്തം, കുതിരകളുടെ കടിവാളത്തോളം ഉയരത്തക്കവണ്ണം ആലയത്തിൽ നീളത്തിൽ വീണത്. ലോക ചരിത്രം പഠിപ്പിക്കുന്നത് ഇസ്രയേലിനെ പിന്നത്തേതിൽ ശിക്ഷിച്ചു വന്ന യൂറോപ്യൻസിൽ പലരും ഇസ്രയേലിന് വിരോധമായി കൈനീട്ടി. നാസികൾ വല്ലാതെ അവരെ കൊന്നൊടുക്കി. 6 ലക്ഷത്തെ ഒന്നിച്ചു കൊന്നത്. ചരിത്രം പറയുന്നത് ലോക ചരിത്രത്തിൽ ഏറ്റവും വില കുറഞ്ഞ് വിറ്റ വളം ഇസ്രയേലിൻ്റെ എല്ലുപൊടിച്ച് എല്ലുപൊടിയായിരുന്നു. ഇസ്രയേലിനെ പട്ടിണിക്കിട്ടു. എല്ലും തോലും മാത്രമായി ശേഷിച്ചപ്പോൾ അവരെ കൊന്ന് അവരുടെ അസ്ഥി വലിച്ചൂരി. ആ അസ്ഥി പൊടിച്ച എല്ലുപൊടിയാണ് ലോക ചരിത്രത്തിൽ ഏറ്റവും വില കുറച്ച് വിറ്റത്. ഇസ്രയേലിലെ പിള്ളേരെ പിടിച്ച് പുഴുങ്ങി അവരുടെ ശരീരത്തു നിന്ന് കിട്ടിയ കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയ സോപ്പാണ് ഈ ലോക ചരിത്രത്തിൽ ഏറ്റവും വില കുറച്ച് വിറ്റ ബാർ സോപ്പ്. ഇസ്രയേലിൻ്റെ മാംസഭാഗങ്ങൾ, അല്ലെങ്കിൽ 6 ലക്ഷത്തെ കൊന്നാൽ എവിടെ കൊണ്ടാണ് ഇത് തീർക്കുന്നത്? അവരുടെ മാംസഭാഗങ്ങൾ അഴുക്കി അത് കമ്പോസ്റ്റ് വളമാക്കിയ ആ വളമാണ് ലോക ചരിത്രത്തിൽ ഏറ്റവും വില കുറച്ച് വിറ്റത്. ഞാൻ ഒത്തിരി ഇങ്ങോട്ട് കയറി എടുക്കുന്നില്ല. ഈ തലമുറയുടെ മേൽ വീഴും. കാര്യം എൻ്റെ മേൽ വരട്ടെ എന്ന് പറഞ്ഞല്ലോ, വരും മോനെ. നമ്മിലാരും അബദ്ധത്തിന് കയറി പറയല്ലേ, വരുന്നിടത്ത് വെച്ച് കണ്ടോളാമെന്ന് തമ്പുരാനോടാ പറയുന്നത്. ഒരു വാക്കുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, മൾട്ടിവേഴ്സ് സൃഷ്ടിച്ചവനോടാണ് വരുന്നിടത്ത് കാണാമെന്ന് പറയല്ലേ. നമ്മുടെ ഭയത്തോടെ നമ്മുടെ മരുഭൂപ്രയാണം നടക്കാം. ഞാൻ മുന്നോട്ട് മാറാൻ ആഗ്രഹിക്കുക. ഇതൊക്കെയും സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല. ഈ പദം മത്തായിയുടെ സുവിശേഷം 24:34 മുതലുള്ള വാക്യങ്ങളിലാണ്. ഒരത്തിയെ നോക്കി യേശു ചെന്നു, അത്തിയിൽ ഫലമില്ലാഞ്ഞതിനാൽ അതിനെ ശപിച്ചു. എനിക്ക് വിശദീകരിക്കാൻ ഒക്കത്തില്ല. അടുത്ത ദിവസം അതുവഴി വരുമ്പോൾ അത്തി ഉണങ്ങി നിൽക്കുന്നത് കണ്ടു. തുടർന്ന് യേശു വിശ്വാസം പഠിപ്പിക്കുന്ന പ്രസ്താവനകൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അത്തി മുതലായ വൃക്ഷങ്ങൾ തിരിച്ചു തളിർക്കും. അത്തി മുതലായ വൃക്ഷങ്ങൾ തിരിച്ചു തളിർക്കും, അന്ന് വേരലടുത്തു എന്നറിഞ്ഞോണം. AD 70 ചെതറി നശിച്ച ഇസ്രയേൽ 1948 തിരിച്ച് എഴുന്നേക്കാൻ തുടങ്ങി. 1900 വർഷങ്ങൾ കഴിഞ്ഞ് ഉണങ്ങിത്തെറിച്ച ഇസ്രയേലിൻ്റെ അസ്ഥികൾ ഒരുമിച്ച് ചേർന്നു. എസെക്കിയേൽ പ്രവചനത്തിൽ പറയുന്നത്, ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭൂകമ്പമുണ്ടായി, അസ്ഥിയോട് വന്നു ചേർന്നു. വീണ്ടും ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭൂകമ്പമുണ്ടായി, ശ്വാസം അവയുടെ മേൽ വന്നു. ഭൂകമ്പതുല്യമായ 2 മഹായുദ്ധങ്ങൾ കഴിഞ്ഞു. ഇന്നവർക്ക് ശ്വാസമുണ്ട്. ഒത്തിരി കണക്ട് ചെയ്യാനുള്ളത് നിങ്ങൾ കണക്ട് ചെയ്തു. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. മുമ്പേ പറഞ്ഞ 1948 ഇസ്രയേൽ മടങ്ങി വന്നത് മുതൽ 80 വർഷം എന്നൊരു സൂചന സങ്കീർത്തനത്തിലുണ്ട്, മോശയുടെ പ്രവചനമായിട്ട്. അതെന്നാന്ന് എനിക്കറിയത്തില്ല. ഒത്തിരി പേര് കണക്ക് കൂട്ടുന്നത് ഇസ്രയേൽ 80 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ എന്നാ. അതിന് 2 വർഷം കൂടെ ഉള്ളൂ, 2-2.5 വർഷം കൂടെ ഉള്ളൂ. ഏറെ ആയാൽ അത്ര ഉള്ളെന്ന് ഒരു കണക്കാണ്. ഇസ്രയേൽ തിരിച്ച് ഒരത്തിയായി എഴുന്നേറ്റു, അല്ലെങ്കിൽ അവർ ഫലം കായ്ച്ചു തുടങ്ങി.
യേശു പറഞ്ഞ അത്തി മുതലായ വൃക്ഷങ്ങൾ. ഇസ്രയേൽ മാത്രമല്ല 1948 കൂടെ തിരിച്ചു വന്നത്. 47 ഇന്ത്യ സ്വതന്ത്രമായി, 47 പാകിസ്ഥാൻ സ്വതന്ത്രമായി. ഒരുപാട് രാജ്യങ്ങൾ ഒരു ലിസ്റ്റ് വെച്ച് നോക്കിയാൽ 1940 മുതൽ 50 വരെ സ്വതന്ത്രമായ രാജ്യങ്ങൾ 19 കാണാം. 1950 മുതൽ 40 മുതൽ 1950 വരെ സ്വാതന്ത്ര്യം പ്രാപിച്ച അസ്ഥി ഉണങ്ങി പോലെ കിടന്നിടത്തുനിന്ന് തിരിച്ചെഴുന്നേറ്റ 10 രാജ്യങ്ങളിൽ കൂടുതൽ 19 രാജ്യങ്ങൾ കാണാം. മനസ്സിലാകുന്നുണ്ടല്ലോ? അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുമ്പോൾ വേനലടുത്തുവെന്നറിയാം. ഇത് സംഭവിച്ചു തീരുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. ഏത് തലമുറയാ? ഇസ്രയേലിന് മടങ്ങി വരവ് കണ്ട തലമുറ. അതിൽ ഒന്നായി ഈ നിൽക്കുന്നത്. എനിക്ക് 80 ആകുന്നു. എന്നേക്കാൾ 1-2 വർഷം മുമ്പ് ജനിച്ചവരിവിടെ ഉണ്ട്. നമ്മുടെ തലമുറ, ആ തലമുറ ഒഴിഞ്ഞു പോകുന്നതിന് മുന്നമേ യേശുവിൻ്റെ മടങ്ങി വരവ് നടക്കണം. യേശു പറഞ്ഞു, ഞാനീ പറയുന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇത് നടന്നിരിക്കും. ഇല്ലെങ്കിൽ ആകാശവും ഭൂമിയും മാറിയാലും എൻ്റെ ഈ വാക്കുകളിൽ നിന്ന് ഒരു വള്ളിയും പോകുകയില്ല, പുള്ളിയും പോകുകയില്ല. ഞാൻ വിശ്വസിക്കുന്നത്. വന്നില്ലെങ്കിൽ നിങ്ങളെല്ലാം എന്നെ കൂക്ക് വിളിച്ചു, അല്ലേ പെന്നയ്യാൻ കൂക്ക് വിളിച്ചു, അല്ലാതെ പെന്നയ്യാനാ. ഞാൻ എൻ്റെ വിശ്വാസത്തിൽ നിന്ന് പറയുക, എൻ്റെ തലമുറ തീരുന്നതിന് മുന്നമേ. എൻ്റെ തലമുറ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എന്നല്ല, അന്ന് 100 വയസ്സ് വരെ ജീവിക്കുന്നവർ കണ്ടെന്ന് വരാം. പക്ഷെ മോശ പറയുന്നത് ഏറെയായാലും 80, അതിനപ്പുറത്തോട്ട് പോകത്തില്ലെന്നാണ് മോശ പറയുന്നത്. ഈ തലമുറ ഇത് കണ്ടിരിക്കും. ഇസ്രയേലിനെ ഇതിനോടകം 46 രാജ്യങ്ങൾ അറ്റാക്ക് ചെയ്തു. 30 പ്രാവശ്യം അവരെ ഭാഗികമായി നിർമൂലമാക്കി. 25 ഗവൺമെൻറ്റുകൾ, ഫോറിൻ ഗവൺമെൻറ്റുകൾ ഇസ്രയേലിനെ ഭരിച്ചു. എല്ലാം കഴിഞ്ഞ് 48 തിരിച്ചു കൊളുത്തു. അസ്ഥി ചെതറിയിടത്തുനിന്ന് മടങ്ങി വന്നു, വീണ്ടും നടന്നു. ഈ തലമുറയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 7:51-52 ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവൻ്റെ വരവിനെക്കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. ഓരോ ഉണർവിനും നമ്മുടെ പിതാക്കന്മാർ എതിർത്തു. മറക്കരുത്, ഓരോ ഉണർവിനും നമ്മുടെ പിതാക്കന്മാർ എതിർന്നു. ഇന്നത്തെ ഉണർവിന് മീഡിയക്കാർ പെന്തക്കോസിൻ്റെ പേരുള്ള പെന്തക്കോസാരൊന്നും അല്ല. ഞാൻ പറഞ്ഞാൽ ഇവരുടെ ഭാഷാശൈലി കേട്ടാൽ ഇവർ ക്രിസ്ത്യാനിയെ അല്ല, അത് സൂക്ഷ്മം അറിയാം. പക്ഷേ പെന്തക്കോസിൻ്റെ പേര് വഹിക്കുന്ന ഒരുപാട് പേർ ഇന്നത്തെ ഉണർവിനും എതിരാണ്. നിങ്ങളുടെ പിതാക്കന്മാർ പ്രവാചകന്മാരിൽ ഏവനോട് എതിർക്കാതിരുന്നു. പുതിയ നിയമത്തിലെ ഒരു പദപ്രയോഗമാണ്. ഇത് ദേശത്തിന് മുഴുവനും വരുന്ന ശാപമാണ് എന്ന് ഇവന്മാർ മറന്നുകളയുക. ഒരു മീഡിയക്കാരൻ പരിശുദ്ധാത്മാവിനെതിരെ ഒരു ദൂഷണം പറഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ തംസപ്പ് കാണിക്കാൻ ആയിരങ്ങൾക്ക് ചാൻസാ. ശരിയാ സാറേ എന്ന് പറയാൻ 100കൾക്ക് ചാൻസാ. യെരമ്യാവിൻ്റെ പ്രവചനം 26:15 എങ്കിലും നിങ്ങൾ എന്നെ കൊന്നുകളഞ്ഞാൽ നിങ്ങൾ കുറ്റമില്ലാത്ത രക്തം നിങ്ങളുടെ മേലും ഈ നഗരത്തിൻ്റെ മേലും അതിലെ നിവാസികളുടെ മേലും വരുത്തും എന്നറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങൾ കേൾക്ക ഈ വാക്കുകളൊക്കെയും പ്രസ്താവിക്കേണ്ടതിന് യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. സത്യം നിങ്ങളോട് പറയാം. ഞാൻ ഇതിനകത്തിന് മുന്നിലിരിക്കുന്നല്ലേ യെരമ്യാവ് പറഞ്ഞത്. നിങ്ങൾ എന്നെ കൊന്നുകളഞ്ഞാൽ, ഇന്ന് വാക്കുകൊണ്ടാണ് കൊല്ലുന്നത്, മറ്റതിനവർക്ക് കഴിവില്ല, അതുകൊണ്ടാണ് വാക്കുകൊണ്ടാണ് കൊല്ലുന്നത്. നിങ്ങൾ എന്നെ കൊന്നുകളഞ്ഞാൽ ഈ രക്തം ഈ ദേശത്തിൻ്റെ മേൽ വീഴും. നിങ്ങളുടെ ദേശത്തിൻ്റെ മേൽ ശാപം വരുത്തുവാൻ നിങ്ങൾ കാണിക്കുന്നതാണ് ഈ തലമുറ. ഈ തലമുറ ദാനിയേൽ 8:10-12 ആകാശത്തിലെ സൈന്യത്തോളം വലുതായി തീർന്ന് സൈന്യത്തിലും നക്ഷത്രങ്ങളിലും ചിലതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അത് സൈന്യത്തിൻ്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി. നിത്യരായ ദൈവത്തോട് ഒത്ത് കിളന്നു വരുവാൻ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ, ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരെ അപമാനിക്കുവാൻ ഇന്നത്തെ തലമുറ വന്നെങ്കിൽ, ഞാൻ രണ്ടാമതൊരു തലമുറയിൽ വരുന്ന നമ്മുടെ തലമുറ, ഈ തലമുറ വന്നെങ്കിൽ ഇതിനെക്കുറിച്ചാണ് ദാനിയേൽ 8 പറഞ്ഞത്. ഇവിടെ ഒരു പദം ഗൗരവമായി ശ്രദ്ധിക്കണം. പിശാചിനെക്കുറിച്ച് പറയുകയാണ്. അവൻ തന്നെത്താൻ ഉയർത്തും, തന്നെത്താൻ വിളർന്ന് സൈന്യത്തിൻ്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി. ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കിയേ പോകാവൂ. അവനുള്ള സൈന്യത്തിൻ്റെ അധിപതിക്കുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും അവൻ്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്ത് അതിക്രമഹേതുവായി നിരന്തര ഹോമയാഗത്തിന് എതിരായി ഒരു സേന നിയമിക്കപ്പെടും.
അത് ആലയത്തെ നിലത്ത് തള്ളിയിടുകയും കാര്യം നടത്തി സാധിപ്പിക്കുകയും ചെയ്യും. ഒന്ന് ശ്രദ്ധിച്ചോണം. സാത്താനെ ആരാധിക്കുന്ന ആളുകൾ, ലൂസിഫറിനെ ആരാധിക്കുന്ന ആളുകൾ ദൈവത്തിൻ്റെ കരുണയാൽ എൻ്റെ ചർച്ചിൽ വന്നിട്ടുണ്ട്. അതിൽ രണ്ടുപേരെയും രക്ഷയിലേക്ക് നടത്തുവാനും സ്നാനപ്പെടുത്തുവാനും ദൈവം കൃപ തന്നു. ഒരാൾ ഇന്നും ജീവനോടുണ്ട്, മറ്റ് ആൾ ചത്തുപോയി. മരിക്കുന്നതിന് മുന്നമേ മറ്റൊരു സഭാവിഭാഗമായിരുന്ന ഒരു മോള്, BSc പഠിച്ചുകൊണ്ടിരുന്ന ഒരു മോളാണ്. അവൾ ചർച്ചിൽ വന്നു, സുവിശേഷം കേട്ടു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അവൾ സ്നാനപ്പെട്ടു. ഒത്തിരി ധനികമായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. അവൾ വീട്ടിൽ ചെന്ന് അവിടെ പ്രകൃതിയൊക്കെ കണ്ടപ്പോൾ മാതാപിതാക്കൾക്ക് മനസ്സിലായി പെണ്ണ് ബന്ധുക്കോസിലായി. തല്ലാവുന്നതിൻ്റെ പരമാവധി തല്ലി. ശരീരത്തെ മുറിവുകളുമായി ആ മോള് പിറ്റേ ദിവസം കോളേജിൽ പോയി. ഒരു തിങ്കളാഴ്ച രാവിലെ ശരീരത്ത് ഒത്തിരി മുറിവുകളുമായി കോളേജിൽ പോയി. കോളേജിൽ ചെന്നപ്പോൾ പല പിള്ളേരും എന്നെ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ വിശ്വാസത്തിൻ്റെ പേരിലാന്ന് പറഞ്ഞാൽ അവരങ്ങ് കൈവിട്ടു. പക്ഷെ ഒരു പെണ്ണ് അവളുടെ അടുക്ക ചോദിച്ചെടി, നിൻ്റെ വിശ്വാസം എന്തുവാ? അവൾ പറഞ്ഞു, ഞാൻ ഇന്ന സഭ, ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല കാര്യം, അതിൻ്റെ ആളുകളൊക്കെ ഒത്തിരി ഉണ്ട്, ഞാൻ അവരെ കുറ്റം പറയാല്ല, അതുകൊണ്ടാണ്. ഇന്ന പള്ളിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, അവിടുന്ന് ഇങ്ങോട്ട് മാറി, വിശ്വാസം മാറിയതുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ മറ്റേ പഴയ പുള്ളികളാണ്, അവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് തല്ലിയതാണ്. ആ പെണ്ണ് പിന്നെയും അടുത്തു. അവളോട് പറഞ്ഞു, എടി കുഞ്ഞെ, ഞാനും മതം മാറിയതാണ്, ഞാനും പഴയ വിശ്വാസത്തിൽ നിന്ന് മാറി ഒരു പുത്തൻ വിശ്വാസത്തിലാണ്. പക്ഷെ എനിക്ക് തല്ലൊന്നും കിട്ടാറില്ലല്ലോടി. നിനക്ക് നിൻ്റെ ദൈവത്തോടൊന്ന് കാര്യമായി പ്രാർത്ഥിച്ചുകൂടെ? ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് എനിക്ക് തല്ല് കിട്ടുകയില്ല. പിറ്റേ ഞായറാഴ്ച അവൾ പള്ളിയിൽ വന്നു, പിറ്റേ ഞായറാഴ്ച തല്ല് കിട്ടി. പിറ്റേ തിങ്കളാഴ്ചയും പൊട്ടലോടെ കോളേജിൽ ചെന്നപ്പോൾ പിള്ളേർ ഇത് തന്നെ ചോദിച്ചു. മറ്റേ പെണ്ണ് വന്നു, എടി നിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ശരിയാകില്ല എന്ന് വെച്ചപ്പോൾ ഇവൾ പറഞ്ഞു, ഞങ്ങൾ കഷ്ടം സഹിക്കാൻ വിധിച്ചിരിക്കുക. അപ്പോൾ ഈ വന്ന പെണ്ണ് പറഞ്ഞു, എടി എൻ്റെ കൂടെ എൻ്റെ പള്ളിയിൽ വാ, നിനക്ക് കഷ്ടം സഹിക്കേണ്ടി വരത്തില്ല, എൻ്റെ ദൈവത്തിന് നിന്നെ സഹായിക്കാൻ നോക്കും. ഒരു നീ ഏത് പള്ളിയിലാണ് പോകുന്നത്? അവൾ പറഞ്ഞു, ഞാൻ പോകുന്ന പള്ളി പറയാം, വരുന്ന ചൊവ്വാഴ്ച ബുധനാഴ്ച ഒരു ദിവസം വൈകിട്ട് രാത്രി 9 മണിയാകുമ്പോൾ നീ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് നിന്നാൽ മതി, കറുത്ത വസ്ത്രം ധരിച്ചേ നിൽക്കാവൂ. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ജാതി ഏതാന്ന്. സാത്താനെ ആരാധിക്കാനാ അവൾ അവിടെ പോയത്. കറുത്ത വസ്ത്രം ധരിച്ചാൽ നിൽക്കാവൂ. ഇവൾ പറഞ്ഞു, എൻ്റെ പൊന്നെ, രാത്രി 9 മണി കഴിഞ്ഞ് പെൺപിള്ളേരെ, എൻ്റെ പ്രായമുള്ള പെൺപിള്ളേരെ വീട്ടിൽ നിന്ന് വിടത്തില്ല, മാനമര്യാദയുള്ള കുടുംബത്തിൽ അങ്ങനൊരു പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പോൾ ഇവൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, നിൻ്റെ അപ്പനെ അമ്മയെ ഉറക്കാൻ ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നീ സാധാരണ നിൻ്റെ വീട്ടിൽ മാതാപിതാക്കൾ എത്ര മണിക്കാണ് ഉറങ്ങുന്നത്? അത് അവർ രാത്രി 11 കഴിയാതെ ഉറങ്ങത്തില്ല. ആങ്ങളമാരുണ്ട്, എല്ലാവരും ഉണ്ട്, മുഴു വീടായി, എല്ലാ കൂട്ടുകുടുംബവും. ആരും 11 മുമ്പേ ഉറങ്ങത്തില്ല. ഇവൾ പറഞ്ഞു, ഇന്ന് 9 മണിക്ക് മുമ്പേ നിൻ്റെ വീട്ടിലുള്ള മുഴുവൻ പേരും ഉറങ്ങും. നീ ഒന്ന് വിളിച്ചു നോക്ക്, ഉണർത്താമോ എന്ന്. ഉണരത്തില്ല. എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോകാൻ, നിന്നെ കൂടെ കൊണ്ടുപോകാൻ. നിനക്ക് വിശ്വാസമാകും? അവൾ പറഞ്ഞു, അന്നാ കാണണം. അന്ന് രാത്രിയിൽ 9 മണിക്ക് മുമ്പേ സകലരും ഉറങ്ങി. അടുത്ത ദിവസം 9 മണിക്ക് മുമ്പേ സകലരും ഉറങ്ങി. ഈ പെണ്ണിന് വിശ്വാസമായി. അവൾ പറഞ്ഞു, അടുത്ത ദിവസം നിൻ്റെ കൂടെ ഞാനും വരിക. കറുത്ത വസ്ത്രം ധരിച്ചു റോഡിൽ ഇറങ്ങി നിന്നു. എല്ലാവരും ഉറങ്ങി. അവൾ രാത്രി 1 മണിയോടുകൂടെ വന്നു. അപ്പോഴും മറ്റൊരു ഉറക്കമാണ്, അവരുണർന്നിട്ടില്ല. സാത്താനെ ആരാധിക്കുന്നിടത്ത് ഒരിക്കൽ ചെന്നാൽ ചാരിതാർത്ഥ്യം അന്നുകൊണ്ട് തീർന്നു. പിന്നെ അവൾ കന്യകയല്ല, ഒറ്റ പ്രാവശ്യം കയറിയാൽ. കാര്യം 7-ാം കൽപ്പന ലംഘന നിർബന്ധമായതുകൊണ്ട് അന്ന് അത് നടന്നു. തുടർന്ന് വേറൊരു പള്ളിയിൽ ഇവക്ക് പോകാനൊക്കത്തില്ല. തുടർന്ന് സാത്താനെ ആരാധിക്കാൻ തന്നെ പോയി. 4-5 മാസത്തേക്ക് പെണ്ണെ കാണാതിരുന്നു. വീട്ടിൽ നിന്ന് ഉപദ്രവം ഒത്തിരി കൂടുതലാണെന്നറിയാവുന്നതുകൊണ്ട് ഞാൻ വഴക്കിന് പോയില്ല, അന്വേഷിക്കാനും പോയില്ല. ഒരു 4-5 മാസം, 5-6 മാസം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ അപ്പൻ എന്നെ വിളിച്ചു. നിങ്ങളുടെ കൂടെ എൻ്റെ മോള് ആരാധിക്കാമെന്നും അറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയാം. പിന്നെ അവളെ വിടുന്നില്ല എന്നും എനിക്കറിയാം. അതേ പാസ്റ്ററെ, ഒരു അബദ്ധം പറ്റിപ്പോയതാ. അവൾ ഇന്നൊരു മാനസിക രോഗിയാണ്. ബാംഗ്ലൂരിലെ ഏതാ മണിപ്പാൽ ഹോസ്പിറ്റലിൽ മാനസിക രോഗ വിദഗ്ധൻ ചികിത്സിച്ചുകൊണ്ടിരിക്കുക. ദയവായി അവിടെ വരെ പോയി അദ്ദേഹത്തെ ഒന്ന് കാണാമോ, അവളെ ഒന്ന് കാണാമോ, ആ ഡോക്ടറെ ഒന്ന് കണ്ട് സംസാരിക്കാമോ? ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ വാർഡ് കണ്ടുപിടിച്ചു, ഡോക്ടറെ കണ്ടു. അദ്ദേഹം ഒരു CSI കാരനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഈ പെണ്ണിന് എന്തോ സംഭവിച്ചു എന്നറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ. ഇവൾ സാത്താനെ ആരാധിക്കുന്ന പള്ളിയിലാണ് പോകുന്നത്. അവൾ ഇവിടെ കൊണ്ടുവന്ന പുസ്തകങ്ങൾക്കകത്തുനിന്ന് സാത്താനോട് പ്രാർത്ഥിക്കുന്ന 8 പ്രയർ പോയിന്റ്സ് ഉള്ളത് എൻ്റെ കയ്യിൽ കിട്ടി.
ഇവള് ഒരു മാനമര്യാദയുള്ള കുടുംബത്തിൽ ജനിച്ചിട്ട് ഇവിടെ പോയി അസ്തമിച്ചല്ലോ. ഇവളുടെ രോഗഗതി വളരെ മോശമാണ്. ഇവൾ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. രണ്ടായാലും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിന് നിന്നെ സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ഒരു ഡീറ്റെയിൽ എനിക്ക് തന്നിട്ടില്ല. എന്നോട് പറഞ്ഞു, ലൂസിഫറും ഞാനും തമ്മിൽ എൻ്റെ രക്തം കൊണ്ട് ഒപ്പിട്ട ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയും പ്രകാരം ഒന്നും പറയാനൊക്കത്തില്ല. വന്നത് വന്നു. ഞാൻ ഏതായാലും നിത്യനരകത്തിലാണ്. പാസ്റ്റർ ബാക്കിയുള്ളവരെ ഉപദേശിച്ച് നിർത്താൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരാം. സത്താൻ വർഷിപ്പിൽ നടക്കുന്ന ഒരുപാട് രഹസ്യങ്ങൾ അവൾ എന്നോടും അവിടെ പ്രായമുള്ള യുവതലമുറകളോടും പറഞ്ഞു. നിങ്ങളൊന്ന് ഓർത്തോണം. അതിനകത്തെ ഒരു പ്രത്യേക ടേമ, ദൈവത്തിൻ്റെ ദാസന്മാരെ, കർത്താവിൻ്റെ ദാസന്മാരെ, പാസ്റ്റേഴ്സ്, ശുശ്രൂഷകന്മാർ, ദൈവം അംഗീകരിക്കുന്ന ദൈവദാസന്മാർ. നിങ്ങൾ പാസ്റ്റർ എന്ന് വിളിക്കണമെന്നില്ല, ലോകം അംഗീകരിക്കണമെന്നില്ല, അംഗീകരിച്ചതുകൊണ്ടായുമില്ല. ദൈവം അംഗീകരിക്കുന്ന ദൈവിക ശുശ്രൂഷകന്മാരെ, ശുശ്രൂഷകളെ, പരിശുദ്ധാത്മാവിനെ, യേശുവിനെ അപമാനിക്കുന്നത് ലൂസിഫറിനെ ആരാധിക്കുന്നതായി ലൂസിഫർ അംഗീകരിക്കും. ഞാൻ ഈ തലമുറ ഇങ്ങോട്ട് തൊടുക. എറണാകുളത്ത് കത്തോലിക്ക പള്ളിയെക്കുറിച്ച് ന്യൂസ് പേപ്പറിൽ വന്ന ഒരു വാർത്തയും കൂടി ഇതിനോട് ചേർത്ത് പറയാം. എറണാകുളത്തെ കത്തോലിക്ക പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചു വെച്ചിരിക്കുന്ന ഓസ്തികൾ, അവരുടെ ഭാഷയിൽ കുർബാന ചൊല്ലി വെച്ചിരിക്കുന്ന ഓസ്തികൾ പള്ളിപ്രമാണികൾക്ക് കാശ് കൊടുത്തേച്ച് സാത്താനെ ആരാധിക്കുന്നവർ അവിടുന്ന് പെറുക്കും. ഇത് കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കൈയൊന്ന് കണ്ടോട്ടെ. കേട്ടിട്ടുള്ള പലരും ഉണ്ട്, കൈതാത്തിട്ടു. അവിടുന്ന് പെറുക്കും. പെറുക്കിയിട്ട് ഇത് കക്കൂസി കൊണ്ടിടും. അടുത്ത പദം കൂടെ ഞാൻ തൊട്ടോട്ടെ, ക്ഷമിക്കണം. ഈ പെണ്ണെന്നോട് പറഞ്ഞതാ. വേണ്ട, വൃത്തികെട്ട സ്ഥലങ്ങളിൽ കൊണ്ടിടും. അങ്ങനെ പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. വൃത്തികെട്ട സ്ഥലങ്ങളിൽ കൊണ്ടിടും. കത്തോലിക്കരുടെ മുമ്പിൽ, അത് വിശ്വസിക്കുന്നവരുടെ മുമ്പിൽ യേശുവിനെ അപമാനിക്കുന്നത് ലക്ഷ്യം. കാരണം അത് ലൂസിഫറിനെ ആരാധിക്കുന്നതായി ലൂസിഫർ കണക്കെടുക്കും. ഇന്നത്തെ പെന്തക്കോസ്ത് പേരുള്ളവർ, ഞാൻ പറഞ്ഞില്ല ക്രിസ്ത്യാനികളല്ല, അല്ല. പെന്തക്കോസ്ത് ശുശ്രൂഷകന്മാരെ അപമാനിച്ചുകൊണ്ട് ഇടുന്ന വാർത്തകൾ ലൂസിഫറിൻ്റെ ആരാധനയാണ്. ലൂസിഫറിനെ ആരാധിക്കുക. അതിൻ്റെ പ്രതിഫലമായി ലൂസിഫർ അവന് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന 10 പൈസയായിരിക്കും കൊടുക്കുന്നത്, അല്ലെ വലിയ എമൗണ്ട് ആയിരിക്കും കൊടുക്കുന്നത്. ജനത്തിൻ്റെ നടുവിൽ നിന്ന് കിട്ടുന്ന കയ്യടിയായിരിക്കും. എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും ഇരിക്കുന്നവർക്ക് ശരിയാണോ എന്ന് പറയാൻ ഒരു ചാൻസ് ആയിരിക്കും, ഒരു തംസപ്പിൻ്റെ അവസരമാണ്. അത് ലൂസിഫറിനെ ആരാധിക്കുക. ഈ പദം ഒന്നുകൂടെ കേട്ടോണം. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യം അന്ത്യകാലത്തെക്കുറിച്ച് പറയുക. അത് എന്ന് പറഞ്ഞാൽ സാത്താൻ ആകാശത്തിലെ സൈന്യത്തോളം വലുതായി തീർന്ന് സൈന്യത്തിലും നക്ഷത്രങ്ങളിലും ചിലതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന ഭക്തന്മാരാ. പണ്ടൊരു കാലത്ത് ഞാൻ വേർപാടിൽ ജീവിക്കുമെന്ന് പറഞ്ഞ പലരും ഇന്ന് വേർപാടിന് വിരോധമായി സംസാരിക്കുന്നതിനെ തള്ളിയിട്ട് ചവിട്ടിയതാന്ന് മറക്കണ്ട. അത് സൈന്യത്തിൻ്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും ദൈവത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ആരാധന ബലാത്കാരകണ പിടിച്ചെടുക്കുകയും അപഹരിക്കുകയും അവൻ്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്തു. 12-ാം വാക്യം, അതിക്രമം ഹേതുവായി നിരന്തര ഹോമയാഗത്തിന് എതിരായി ഒരു സേന നിയമിക്കപ്പെടും. വിശുദ്ധ ആരാധനയ്ക്കെതിരായി, ദൈവപ്രവർത്തികൾക്കെതിരായി, കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾക്കെതിരായി ഒരു സൈന്യത്തെയാണ് എഴുന്നേൽപ്പിച്ച് നിർത്തിയത്. മറക്കരുത്. തള്ളിയിടുകയും നിലത്ത് തള്ളിയിടുകയും കാര്യം നടത്തി സാധിപ്പിക്കുകയും ചെയ്യും. അതാണ് ഈ തലമുറ. തലമുറയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി എനിക്ക് പറ്റുകയില്ല, അതുകൊണ്ട് ഞാൻ നിർത്തുക. ഒരു 10-20 കൂട്ടം കാര്യങ്ങൾ തലമുറയെക്കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുന്ന തലമുറ. ദാനിയേൽ 7:21 അവനെക്കുറിച്ച് കിടപ്പുണ്ട്. 7:21, 22 വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുന്ന തലമുറ. വെളിപ്പാട് പുസ്തകം 13, 5 മുതൽ 7 വരെ വമ്പും ദൂഷണവും പറയുന്ന ഒരു തലമുറ. ദൈവത്തിന് വിരോധമായി വാതുറക്കുന്ന ഒരു തലമുറ. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുന്ന. മത്തായിയുടെ സുവിശേഷം 16:4 വ്യഭിചാരവും കോട്ടയുമുള്ള ഒരു തലമുറ. മത്തായിയുടെ സുവിശേഷം 12:39 ദോഷവും വ്യഭിചാരവുമുള്ള ഒരു തലമുറ, അടയാളം തിരിയുന്ന തലമുറ. 2 പത്രോസ് 2:13, 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് വരുന്ന തലമുറ. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും.
അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആത്മീയരുടെ ഇടയിൽ വ്യാപരിക്കുന്നത് ഈ തലമുറ കണ്ടുകൊണ്ടിരിക്കുക. 2 പത്രോസ് 2:18 മുഴുവൻ ചാപ്റ്റർ വായിച്ചാലേ നടക്കത്തുള്ളത്. പക്ഷെ മനസ്സിലാക്കുക, വഴിതെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവരെ ഇവർ വെറും വമ്പ് പറഞ്ഞ് ദോഷകരമായ പ്രവൃത്തികളാൽ കാമഭോഗങ്ങളിൽ കുടുക്കുന്നു. തങ്ങൾ തന്നെ നാശത്തിനടിമകളായിരിക്കെ മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. ആ പദം ഒന്നുകൂടെ കേട്ടോണം. 16-ാം അധ്യായം 2-ാം അധ്യായം മുഴുവൻ വായിച്ചാലേ അത് മനസ്സിലാകത്തുള്ളൂ കംപ്ലീറ്റ്ലി. വഴിതെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവർ എന്ന് പറഞ്ഞാൽ പുതുതായി രക്ഷിക്കപ്പെടുന്നവർ, അവരുടെ അടുക്കലാണ് ഈ വേല ചെലവാകുന്നത്. അന്യഭാഷ എന്ന് പറഞ്ഞാൽ കള്ളവാട, പ്രവചനം എന്ന് പറഞ്ഞാൽ ഭോഷ്കാട, പ്രവാചകന്മാർ മുഴുവനും നേരത്തെ വിവരം അറിഞ്ഞേച്ചാടാ പറയുന്നത്. ഇതൊന്നും കേട്ടാൽ എന്നെപ്പോലൊരാളോ ഒരു 10 കൊല്ലം ദൈവത്തെ രുചിച്ചറിഞ്ഞവനോ അനങ്ങത്തോലില്ല, പോടേ എന്ന് പറയത്തേ ഉള്ളൂ. ഒറ്റ വാക്കേ ഉള്ളൂ, പോടേ, അതിൽ കവിഞ്ഞ് ഒന്നുമില്ല. പക്ഷെ വഴിതെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ വിട്ടുവന്ന പുതുതായി രക്ഷിക്കപ്പെട്ടു വന്നവരെ നശിപ്പിക്കുവാൻ ഇത് ഉപയോഗിക്കാം. ലൂസിഫറിന് അത് ലാഭമായിരിക്കും. 2 തീമോഥെയോസ് 3-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ പറഞ്ഞ മനസ്സിലാകാത്ത കുറേ പേരെ തെറ്റിച്ചു കൊണ്ടുപോകാൻ കഴിയും. ആ തലമുറയാണിത്. 1 തീമോഥെയോസ് 6-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഈ തലമുറ നമ്മളെ വാണിഭമാക്കുന്ന തലമുറയാണ്. ഞാൻ മുമ്പേ എടുത്തു പറഞ്ഞു, ഒരു യൂട്യൂബിൻ്റെ മുമ്പിൽ ഒരുത്തനും കൂടെ തംസപ്പ് അടിച്ചാൽ, ലൈക്ക് അടിച്ചാൽ അവന് 10 രൂപ കിട്ടും. നിങ്ങളാ വാണിഭമായത്, നിങ്ങളെ ആ വാണിഭമാക്കിയത്. അതിനു വേണ്ടിയാണ് അവൻ ചെയ്യുന്നത്. അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. അലംഭാവത്തോടുകൂടെ ദൈവഭക്തി ആദായ സൂത്രം ആകുന്നതാനും. അടുത്തത് ഈ തലമുറ വലിക്കപ്പെടുന്ന തലമുറ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. അവർ ദുരുപദേശം പറഞ്ഞ് തങ്ങളുടെ പക്ഷത്തേക്ക് ജനത്തെ വലിച്ചു കളയുന്നവരായിരിക്കും. വലിച്ചു കളയപ്പെടുന്ന തലമുറ. ഞാനങ്ങ് ചുരുക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 11:12 ഈ തലമുറ ബലാത്കാരം ചെയ്യേണ്ട തലമുറയാണ്. അത് ആത്മീയമാണ്. യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. എടാ, ഈ ശല്യത്തിൻ്റെ എല്ലാം നടുവിൽ ഞാൻ പ്രാപിക്കും എന്ന് തീരുമാനിച്ചവർ ദൈവത്തിങ്കിൽ നിന്നും ബലാത്കാരേണ പ്രാപിക്കുന്നു. ആത്മീയരുടെ തലമുറയായത്. ഭൗതികത്തിൽ പിശാച് അങ്ങേയറ്റം തകർക്കുമ്പോൾ ഞാൻ യേശുവിൻ്റെ 2ാം വരവിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഇങ്ങോട്ട് നിരത്തുക. കുറേ എണ്ണം, എല്ലാം ഒന്നും ഒക്കത്തില്ല. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു 1400 ശിഷ്ടം ലക്ഷണങ്ങൾ പഴയ നിയമത്തിലും 1800 ശിഷ്ടം ലക്ഷണങ്ങൾ പുതിയ നിയമത്തിലും പറയുന്നതിൽ നിന്ന് അവിടെയും ഇവിടെയും കുറേ ഇങ്ങോട്ടെടുത്ത് നിരത്തുകയാണ് ഞാൻ. ഈ തലമുറയിൽ നമ്മൾ വന്നിരിക്കുന്നു. ഈ തലമുറ യൂദായുടെ ലേഖനം 1:3-4, യൂദായ്ക്ക് ഒറ്റ അധ്യായമേ ഉള്ളൂ. യൂദായുടെ ലേഖനം 3-4 വാക്യങ്ങളെന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. നല്ലത് തന്നെ. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് 1 ഒരു നമ്പർ കൊടുക്കുക. അധ്യായം 1, 0 ഒരു അധ്യായം ഇല്ലല്ലോ, അതുകൊണ്ട് 2 അല്ല, അതുകൊണ്ട് 1 ഒരു നമ്പർ കൊടുക്കുന്നത് നല്ലതാണ്. യൂദാ 1:3 സാധാരണ ഒരുമാതിരി എന്തുവാണ് പറയുന്നത്, ഫ്ലോട്ടിംഗ് റെഫറൻസ് ഇല്ലാതെ ഒരു സോളിഡ് റെഫറൻസിൽ അവർ പറയുന്ന ശൈലി ഇതാ. യൂദായുടെ ലേഖനം 1-ാം അധ്യായം, ഒരധ്യായമേ ഉള്ളൂ, 3-4 വാക്യങ്ങൾ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് തോന്നി. പെന്തക്കോസ്ത് നാളിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച ഒരു വിശ്വാസമുണ്ട്. ആദ്യം തല പിടിച്ചു നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഞാൻ ഇനി ലോകത്തിലേക്ക് തിരിയാൻ പോവാം. 2015 സെപ്റ്റംബർ മാസം 15-ാം തീയതി 2015 സെപ്റ്റംബർ മാസം 15-ാം തീയതി ഒരു ട്രെറ്റ ബ്ലഡ് മൂൺ കംപ്ലീറ്റ് ചെയ്തു. വേദപുസ്തകത്തിൽ അന്ത്യകാലത്തിൻ്റെ പല ലക്ഷണങ്ങളും ഈ ബ്ലഡ് മൂണിൽ കാണണം. ലോകവ്യാപകമായി ഈ ബ്ലഡ് മൂണിൻ്റെ ദിവസങ്ങളെ ആളുകൾ കാത്തിരുന്നു. ഈ ബ്ലഡ് മൂൺ കാണണം എന്ന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. അന്ന് യേശു മടങ്ങി വരുമെന്നല്ല ഞാൻ പറഞ്ഞു. ഭൂമിയിൽ നിന്ന് രഹസ്യമായി മാറ്റിവെക്കപ്പെട്ട പലതും ചന്ദ്രനിൽ കുറിച്ചു വച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കുമ്പോൾ ഇവ കാലം, സമയം, സീസൺ മുതലായത് അറിയാൻ ഉപയോഗിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. ദൈവം എന്തൊക്കെയോ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലഡ് മൂണിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്ന് കരുതി അപ്പസ്തോല പ്രവൃത്തികൾ 2 പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നടക്കുമ്പോൾ പത്രോസ് ഈ വാചകം എടുത്തോർപ്പിച്ചു. ചന്ദ്രൻ രക്താംബരമായി മാറുന്ന ഒരു ദിവസം വരും, അന്ന് എന്തോ ഉണ്ടെന്ന്.
ഇത് ട്രെറ്റ നടന്നത് സെപ്റ്റംബർ 15-ാം തീയതി ആയിരുന്നു. 2015 സെപ്റ്റംബർ 15-ാം തീയതി ആയിരുന്നതിനാൽ ഇതൊന്ന് കാണണമെന്ന് താല്പര്യം ഒത്തിരി പേർക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ ആ സമയം പകലായിരിക്കും, ഇവിടെ വെച്ച് കാണത്തില്ല. അമേരിക്കയിലെ ന്യൂയോർക്കിൽ നിന്നാൽ ഇത് കാണാം, നന്നായി കാണാം. അതുകൊണ്ടൊന്ന് കാണാൻ വേണ്ടി മാത്രം ഞാനും ന്യൂയോർക്ക് വരെ പോയി. എനിക്ക് ഏത് സമയത്തും ദൈവത്തിൻ്റെ മഹാകരുണയാൽ പല രാജ്യങ്ങളിൽ പോകാനുള്ള സ്റ്റാൻഡിങ് ഇൻവിറ്റേഷൻസ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് വരട്ടെ, ഒരു മീറ്റിംഗ് വെച്ചോളാൻ പറഞ്ഞാൽ സന്തോഷത്തോടെ മീറ്റിംഗ് വെക്കുന്നവരുണ്ട്. അങ്ങനെ ന്യൂയോർക്കിൽ 1-2 സഭകളോട് മീറ്റിംഗ് വെക്കാൻ ആവശ്യപ്പെട്ട് ഞാൻ ചെന്നു. 15-ാം തീയതി ഞാനും ബ്ലഡ് മൂൺ കാണാൻ ചെന്നു, പക്ഷെ കണ്ടില്ല. കാരണം ഭയങ്കര മേഘമായിരുന്നു. മേഘം താണു നിന്നതുകൊണ്ട് ചന്ദ്രനെ കാണാൻ ഒക്കത്തില്ലായിരുന്നു. പക്ഷെ ഹെലികോപ്റ്ററുകൾ മുകളിൽ പോയി അവിടെ നിന്നും ചിത്രങ്ങൾ എടുത്ത് അയച്ചുകൊണ്ടിരുന്നത് കൊണ്ട് പിന്നെ ഞാനത് കണ്ടു. ബ്ലഡ് മൂണിൽ പല കാര്യങ്ങൾ നടക്കണമായിരുന്നു. അന്ന് UNOയുടെ ഒരു സീക്രട്ട് അജണ്ട വെച്ചു, ഒരു സീക്രട്ട് മീറ്റിംഗ് വെച്ചു. അവർ മീറ്റിംഗ് വെച്ചത് പാരീസിൽ വെച്ച് നടത്താനാണ്. പാരീസിൽ UNOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്, അവിടെ വെച്ച് നടത്താനായിരുന്നത്. കൃത്യം ഒരാഴ്ചയ്ക്ക് മുമ്പേ പാരീസിൽ പ്രകൃതിക്ഷോഭമുണ്ടായി, ഭയങ്കര മഴയും പവർ ഫെയിലിയറും ഉണ്ടായി. അവിടുത്തെ ഗവൺമെൻറ് അതോറിറ്റികൾ, പാരീസിൻ്റെ ഗവൺമെൻറ് അതോറിറ്റികൾ ഈ 15-ാം തീയതി UNOയുടെ മീറ്റിംഗ് നടക്കാൻ സാധ്യത കുറവാണെന്ന് അറിയിച്ചു. അതുകൊണ്ട് അധികം ആരോടും പറയാതെ ഒറ്റയടി അവർ ന്യൂയോർക്കിന് മാറ്റി. ന്യൂയോർക്കിൽ മുകളിൽ ബ്ലഡ് മൂൺ കത്തി നിൽക്കുമ്പോൾ മേഘമാണ്, അതിൻ്റെ താഴെ വെച്ച് UNO ഒരു കോൺഫറൻസ് കൂടി. UNOയുടെ വെബ്സൈറ്റ് തുറന്നു നോക്കാൻ നിങ്ങളായിട്ട് വായിര്, ഞാൻ പറയാതെ. അതിനകത്തിരുന്നവർ 2 അജണ്ടകൾ പാസ്സാക്കി. സെപ്റ്റംബർ 15, 2015 ഒന്നാമത്തെ അജണ്ട 2020. ചുമ്മാ അത് വാട്ട് ഈസ് അജണ്ട 2020 എന്ന് വെബ്സൈറ്റിൽ ചോദ്യം നിങ്ങൾക്ക് കിട്ടും മറുപടി. 2 അജണ്ട 2030. അജണ്ട 2020യിൽ അവർ പറഞ്ഞത് ഒരു വൺ വേൾഡ് ഗവൺമെൻറ് ഉണ്ടാകണം, ഒരു വൺ വേൾഡ് കറൻസി ഉണ്ടാകണം, അതിനോട് ചേർന്ന് ഒരു വൺ വേൾഡ് റിലീജിയൻ ഉണ്ടാകണം. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത് നമുക്ക് 2020 നടത്തണം. ഇവിടെ ഒരു എതിർ ക്രിസ്തു എഴുന്നേറ്റാൽ, അതിനെയായി വൺ വേൾഡ് എന്നൊക്കെ ഞാൻ വിളിക്കുന്നത്, ഇവിടെ ഒരു എതിർ ക്രിസ്തു എഴുന്നേറ്റാൽ അന്ന് സഭ ഇവിടുന്ന് മാറ്റപ്പെട്ടേ മതിയാകൂ. പക്ഷെ സഭ മാറ്റപ്പെടുന്നത് UNO അല്ല തീരുമാനിക്കുന്നത്, പിതാവാ. ലോകത്തിൻ്റെ മര്യാദ പ്രകാരം സകല കാര്യങ്ങളുമായി ആരോ ബൈബിൾ വായിച്ചിട്ടുള്ളവരവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവന്മാർ പറഞ്ഞ അഥവാ 2020 നടന്നില്ലെങ്കിൽ എന്തോ ചെയ്യുമടാ, വെക്കാമടാ ഒന്നുകൂടെ അജണ്ട 2030. 17 സസ്റ്റൈനബിൾ പോയിന്റ്സ് അതിനോടകം നടത്തിയെടുക്കണം. 17 സസ്റ്റൈനബിൾ പോയിന്റ്സ്. അതിലെ പ്രധാനപ്പെട്ടത് വൺ വേൾഡ് ഗവൺമെൻറ്റാണ്. 2020 ഇത് പൂർത്തീകരിക്കത്തക്കവണ്ണം അവരെ കൊണ്ടാവുന്നതെല്ലാം ലോകം ചെയ്തു. പക്ഷെ പെട്ടെന്ന് പിതാവായ ദൈവം പറഞ്ഞ് തൽക്കാലം വേണ്ടടാ, കാര്യം സഭയിലേക്ക് ചേരാനുള്ളവൻ തീർന്നിട്ടില്ല, ജാതികളിൽ നിന്ന് വേർപെടുവാനുള്ളവൻ തീർന്നിട്ടില്ല. അതുകൊണ്ട് ഒന്ന് നീട്ടാം. ഒരൊറ്റ കൊറോണ അയച്ചു, തീർന്നു. കൊറോണ കൊണ്ട് ലോകം തകിടം മറിഞ്ഞു. അവരൊരുമിച്ച് ചേർന്ന് വെച്ച് പറഞ്ഞു, നമ്മൾ അജണ്ട 2030 ഉണ്ടാക്കിയിട്ടുണ്ട്. അഥവാ 2020 ഇത് നടന്നില്ലെങ്കിൽ 2030 നടത്തണം. 2024 അവരൊരു സ്പെഷ്യൽ അജണ്ട മീറ്റിംഗ് വിളിച്ചു കൂട്ടിയേച്ച് പറഞ്ഞു, അജണ്ട 2030 ഇനി 6 കൊല്ലം കൂടെ ബാക്കിയുള്ളൂ. ഇതിനെ എക്സ്പെഡേഷൻ പീരീഡ് എന്ന് വിളിക്കുക. ഏറ്റവും വേഗം കാര്യം ചെയ്യുക, അത് നടന്നുകൊണ്ടിരിക്കുക. ആര് നോക്കിയാലും 3-ാം ലോക മഹായുദ്ധം മാറ്റത്തിനൊക്കത്തില്ല. അതുകൊണ്ട് ലോകത്തിന് ഒന്നും സാധിക്കാനില്ല, നഷ്ടമേ ഉള്ളൂ. പക്ഷേ ഇസ്രയേലിന് ഭരണം നടക്കണം, യേശു മടങ്ങി വരണം. ഇത് നടക്കണമെങ്കിൽ കാര്യങ്ങൾ ക്രമീകരിച്ചേ പറ്റൂ. അജണ്ട 2030 നടക്കും എന്ന് ഇന്ന് വരെ കരുതുന്നു. ഞാൻ പറഞ്ഞാൽ ദൈവം അതിനിടയ്ക്ക് MA വർഗീസിൻ്റെ പ്രസംഗം ശരിയായില്ലടാ, അന്ന് 100 പേരെ രക്ഷിക്കപ്പെട്ടുള്ളൂ, 200 വേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ പോയി, പിന്നെ മുന്നോട്ട് പോയി. എന്നെപ്പോലെ ഒരുപാട് പേര്. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുമ്പോൾ സഭയ്ക്ക് ആവശ്യമുള്ള അത്രയും പേർ മണവാട്ടി സഭയിലേക്ക് അംഗത്വത്തിന് യോഗ്യരാകുമ്പോൾ കാലം തീരും. ഒരൊറ്റ കാഹളം കേൾക്കാം. കാഹളത്തിങ്കിൽ എടുക്കപ്പെടേണ്ടവർ എടുക്കപ്പെടും. ഞാൻ എതിർ ക്രിസ്തുവിനെ കുറിച്ച് ഇനി കൂടുതൽ പറയുന്നില്ല. ട്രയൂൺ സ്വഭാവമുള്ള ഒരു ഗവൺമെൻറ് എഴുന്നേറ്റ് വരും. പറഞ്ഞ തീരുകയില്ല, കാര്യം അങ്ങ് കിടക്കുക. എൻ്റെ ഇൻഫർമേഷൻസ് ധാരാളം കിടക്കുക. പക്ഷെങ്കിൽ മണി 9 കഴിഞ്ഞു. ഞാൻ വേറൊരു ഭാഗത്തേക്ക് തിരിയട്ടെ. സഭ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാൽ നേരെ നടക്കേണ്ടത് മധ്യാകാശത്തിൽ ക്രിസ്തുവിൻ്റെ കോടതിയാണ്.
ഇങ്ങനെ ഓരോന്നോരോന്ന് പോപ്പപ്പ് ചെയ്തു വരും. അന്ത്യകാലത്ത് നടക്കേണ്ട പലതിൽ കൂട്ടത്തിൽ ഒന്നാണ് ചൈൽഡ് ഇൻഡസ്ട്രി. ചൈൽഡ് ഇൻഡസ്ട്രി. മനുഷ്യൻ്റെ DNA ഇല്ലാത്ത വേറൊരു വിഭാഗത്തെ ഭൂമിയിൽ കൊണ്ടുവരേണ്ടതിനാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ വിവാഹം കഴിച്ച് ജയൻസ്, രാക്ഷസന്മാരെ നിർമ്മിച്ചത്. അവർക്ക് ഹ്യൂമൻ DNA അല്ല. ഹ്യൂമൻ DNA ഇല്ലാത്ത വേറൊരു വർഗത്തെ ശാസ്ത്രത്തിന് വേണം. അതിനുവേണ്ടി ഇന്നത്തെ നിഗമനത്തിൽ ചൈൽഡ് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തു. മാതാപിതാക്കൾ ഇല്ലാതെ കുഞ്ഞുങ്ങൾക്ക് ജനനം കൊടുക്കാൻ മനുഷ്യ ജീവൻ വിലയ്ക്ക് വിൽക്കുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന കാര്യം, അതിന് ഇന്നുണ്ടാക്കിയിരിക്കുന്നതിനകത്ത് എൻ്റെ അടുക്കൽ ലഭിച്ച ഇൻഫർമേഷൻ, ഇത് 2 വർഷത്തിന് മുമ്പിലത്തെ 400 കുഞ്ഞുങ്ങളെ വരെ ഒരേ സമയം ഉണ്ടാക്കാവുന്ന ഗ്രോത്ത് പോട്ട്സ് ഇന്ന് രംഗത്തുണ്ട്. 400 കുഞ്ഞുങ്ങളെ വരെ ഒരു സമയത്ത് 9 മാസം എടുക്കും ഒരു കുഞ്ഞ് പൂർത്തിയായി പുറത്തു വരാൻ. ഒരേ സമയം 400 കുഞ്ഞുങ്ങളെ വരെ വളർത്തിയെടുക്കാവുന്ന ഗ്രോത്ത് പോട്ട് എന്നാണ് അവരതിനെ വിളിക്കുന്നത്. ഉണ്ടാക്കി കഴിഞ്ഞു. വ്യത്യസ്ത സ്വഭാവങ്ങൾ. ഞാൻ വേറൊരാശയം പറയാം, നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. 666 ചിപ്പ് മനുഷ്യ ശരീരങ്ങളിൽ ഘടിപ്പിക്കുമെന്ന് പറഞ്ഞു. 2020 അജണ്ട കംപ്ലീറ്റ് ചെയ്യേണ്ടതിന് 2018 അവരൊരു ചിപ്പ് ഇറക്കി. 666 എന്ന നമ്പരുമായി ബന്ധിക്കാവുന്ന ഒരു ചിപ്പാണ്. അതിനെ DNA ചിപ്പ് എന്നാണ് വിളിക്കുന്നത്. DNA ചിപ്പ്. DNA കുറിക്കുന്ന 1-2 കാര്യം. DNA ചിപ്പ് ഇത് പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ഒരുപോലെ ഇഞ്ചക്ട് ചെയ്യാം. ആരെങ്കിലും ഒരാൾ വിവാഹിതയായി എന്നിരിക്കട്ടെ, ഭാര്യാഭർത്തക്കന്മാർ ഒരുമിച്ച് താമസിക്കുന്ന കൂട്ടത്തിൽ ആ ഭാര്യ ഗർഭിണിയായാൽ സാധാരണ മാനുഷിക കണക്കിൽ 1 മാസം കഴിഞ്ഞേ അവർക്കറിയത്തുള്ളൂ. എന്നാൽ ഈ ചിപ്പ് ശരീരത്തുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി ഗർഭിണിയായി 4 മണിക്കൂർ കഴിയുമ്പോൾ, 1 മാസം ഒന്നും കഴിയണ്ട, 4 മണിക്കൂർ കഴിയുമ്പോൾ ഡോക്ടറുടെ കമ്പ്യൂട്ടറിൽ ബെല്ല് കിട്ടും, ഇവൾ ഗർഭിണിയാണ്. അതവിടെ ശരീരത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ചിപ്പ 1918 കണ്ടുപിടിച്ചതാണ്. അശുദ്ധ ജീവിതം അല്പം ബുദ്ധിമുട്ടാണ്. 4 മണിക്കൂറിനകത്ത് വിവരം അറിയും. ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ 3 മാസത്തേക്ക് കുഞ്ഞിനെ എഡിറ്റ് ചെയ്യാം. എഡിറ്റബിൾ ബേബി എന്നാണ് പറയുന്നത്. നിറം മാറ്റാം, ബുദ്ധിശക്തികൾ മാറ്റാം, ശരീരത്തിൻ്റെ വണ്ണം മാറ്റാം, നീളം മാറ്റാം, മുടിയുടെ നിറം മാറ്റാം, കണ്ണിൻ്റെ നിറം മാറ്റാം. 6 ഞാൻ ഓർക്കുന്നു, ഇന്നയുണ്ട്. എഡിറ്റബിൾ. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാം. ഇത് 2018 ഇന്നത്തെ ഗ്രോത്ത് പോട്ട് ഇതിനേക്കാളൊക്കെ അപ്പുറത്താണ്. കാര്യം മനുഷ്യൻ്റെ DNA ഇല്ലാത്ത വേറൊരു കൂട്ടം സത്വങ്ങളെ പിശാചിന് വേണം. ഇത്രയും ഗ്രോത്ത് പോട്ട് ഇന്ന് ധാരാളമാണ്. ഇതിൻ്റെ നടുക്കാണ് യെരുശലേമിൽ തൻ്റെ കാൽ വെച്ചുകൊണ്ട് യേശുവിൻ്റെ മടങ്ങി വരവ്. മുന്നോട്ട് പോയിക്കോട്ടെ. മധ്യാകാശത്തിൽ ഒരു 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 കാഹളം മുഴങ്ങും. സഭ ഇവിടെ നിന്നെടുക്കപ്പെടും. സഭ മധ്യാകാശത്തിലെത്തിയാൽ ആദ്യം ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ വരണം. ക്രിസ്തുവാണ് അവിടുത്തെ ന്യായാധിപതി. ഞാൻ 9:30 നിർത്താൻ ആഗ്രഹിക്കുന്നത്. 10 മിനിറ്റ് പോയെങ്കിൽ ക്ഷമിക്കണം. ആരെങ്കിലുമൊക്കെ കൂടുതൽ ധൃതിയിൽ പോകേണ്ടവരുടെ കൈയൊക്കെ കാണിച്ചാൽ ഞാൻ നിർത്തിച്ചിരുന്നോളാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതുപോലെ ഇൻഫർമേഷൻ തരാവുന്ന രണ്ടാമതൊരാൾ ഈയിടെ വരുമെന്ന് തോന്നുന്നില്ല. കാര്യം വർഷങ്ങൾ കർത്താവിനെ അഭ്യസിപ്പിച്ച് ഒരുപാട് എക്സ്പെരിമെൻ്റ് നടത്തി ഒരുപാട് റിസർച്ച് നടത്തിയിട്ടാണ് ഈ ഒരു രംഗത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ പിശാചിന് അതിന് തക്ക വൈരാഗ്യമുണ്ട്. മധ്യാകാശത്തിൽ വെച്ച് നമ്മുടെ പ്രവൃത്തികൾ ശോധന ചെയ്യും. പ്രവൃത്തികൾ ശോധന ചെയ്യുന്നതിനകത്ത് ഈ തലമുറയെക്കുറിച്ച് അങ്ങ് കിടക്കുക. ഒരുപാട് പേജുകൾ നമ്മുടെ പ്രവൃത്തികൾ ശോധന ചെയ്യും. ഈ പ്രവൃത്തികൾ ശോധന ചെയ്യുമ്പോൾ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാണ്. 2 കൊരിന്ത്യർ 5:10. ക്രിസ്തുവിൻ്റെ സിംഹാസനം മധ്യാകാശത്തിലാണ്, അത് ഭൂമിയിലല്ല. അത് അന്ത്യന്യായവിധി അല്ല, ഇത് ക്രിസ്തുവിൻ്റെ ന്യായാസനമാണ്. എനിക്ക് അന്ത്യന്യായവിധി തുടരണമെന്നുണ്ട്. വെള്ളസിംഹാസനം, അവിടം വരെ പോകണം. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ സാഹചര്യം നിർത്തും. അവിടെ പ്രധാനമായി എടുക്കുന്ന ക്രൈറ്റീരിയകൾ: 1, യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ രണ്ടാമതൊന്നും ഇടുവാൻ ആർക്കും കഴിയത്തില്ല. ആ അടിസ്ഥാനത്തിന്മേൽ പണിത പണി നിലനിൽക്കും, അല്ലാത്തത് തള്ളിക്കളയും. ഞങ്ങളുടെ സ്കൂളിൽ, പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലം,
കായിക മത്സരങ്ങൾ നടക്കുന്നത് ഓർമ്മയുണ്ട്. ഒരു ദിവസം ക്ലാസ്സിലൊരു നോട്ടീസ് വായിച്ചു, ഓട്ട മത്സരത്തിൽ പങ്കെടുക്കേണ്ടവർ പേര് കൊടുക്കാൻ. എനിക്ക് ഓടുന്ന പതിവില്ല, അന്നും അറിയത്തില്ല, ഇന്നും അറിയത്തില്ല, ഓടാൻ പോയില്ല. പക്ഷെ ഓട്ട മത്സരം എല്ലാവരും കാണണമെന്ന് നിർബന്ധമായിരുന്ന കാലത്ത് ചുമ്മാ ചിന്തിക്കുക, നടന്ന ചരിത്രമല്ല, ഞാൻ ചുമ്മാ ഭാവന പറയുക. ഓട്ട മത്സരത്തിൽ ഓടാൻ 10 കളം വരച്ചിട്ടുണ്ട്, 10 പേർ തേണ്ട നിൽക്കുന്നു. ഞാൻ അടുത്ത് നിന്ന് നോക്കിയപ്പോൾ ഇതിനകത്ത് ഓടാൻ കഴിവുള്ള ഒരുത്തം പോലും ഇല്ല. എനിക്കറിയാം, ഞാൻ ഓടുകയാണെങ്കിൽ ഇവന്മാരെയൊക്കെ പാറപ്പിച്ച് ഞാൻ ഓടിക്കളി എന്നെ തോന്നൽ. ഓടാൻ എനിക്ക് ഒക്കും. സാറിൻ്റെ അടുക്കൽ ഉടനെ ഞാൻ അതിന് ചുമതല വഹിക്കുന്ന സാറിൻ്റെ അടുത്ത്, സാറേ ഞാനിവിടെ നിന്നോട്ടെ, ഓടാ വീട്ടിൽ. സമയത്തിന് പേര് കൊടുക്കാത്തവർക്ക് ഓടാൻ പറ്റുകയില്ല. ഇവന്മാർ ഓട്ടം തുടങ്ങിയപ്പം തീരെ പതുക്കെയാണ്. അപ്പം ഞാൻ ഓർത്തിടാ, പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരിക്കും ഓടിക്കാണിക്കാം. ജീവിതം കണ്ട് തെളിയിച്ചുകളയും എന്നൊക്കെ പറയുന്ന പാർട്ടിയുണ്ട്. ഞാൻ ശരിക്കും ഓടിക്കാണിക്കാം. ഞാൻ ഈ കളത്തിൻ്റെ വട്ടം അങ്ങ് ഓടി എന്നിരിക്കട്ടെ, ആരെങ്കിലും എനിക്ക് സമ്മാനം തരുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല മോനെ. സമയത്തിന് പേര് കൊടുത്ത് ഓട്ടക്കളത്തിൽ ഓടുന്നവർക്ക് മാത്രമേ ഉള്ളടാ, വേറെ ആർക്കും ഇല്ല. ഇതുവരെ യേശുവിനെ അംഗീകരിക്കാത്തവർ ഇതൊരു അന്ത്യസന്ദേശമെന്ന് കണക്ക് കൂട്ടി സമയം ദൈവത്തിൻ്റെ മുമ്പിലിടാൻ. അവനവൻ്റെ പ്രവൃത്തി, അവന് നിങ്ങൾ പറയുന്ന പോലെ രക്ഷിക്കപ്പെട്ടെന്നൊന്നും സാക്ഷിയൊന്നും പറയത്തില്ലെങ്കിലും, അവൻ സ്നാനപ്പെട്ടതും മുങ്ങിയതും പറിച്ചതും ഒന്നും അല്ലെങ്കിലും എന്നെ വിശുദ്ധനാന്നറിയൂ. വിശുദ്ധ വീട്ടിൽ ചെന്ന് പറ, ഇവിടെയാണ് കിട്ടേണ്ടതെങ്കിൽ നിയമപ്രകാരം പോരാടുക. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ ചെയ്ത പണി നിലനിൽക്കും, മറ്റൊന്നും നിലനിൽക്കുന്നില്ല. ഇതിനെക്കുറിച്ച് യേശു ഒരിക്കൽ പറഞ്ഞു, ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിമാനായ മനുഷ്യൻ. ഞാനൊരു വീട് പണിയാൻ തീരുമാനിച്ചു. ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ അടിയിലൊരു പാറയുണ്ട്. യേശുവിൻ്റെ വാക്യം അങ്ങനെ, അടിയിലൊരു പാറയുണ്ട്, അത് ദൈവവചനമാണ്. അടിയിലത്തെ പാറയ്ക്കും ഞാൻ നിൽക്കുന്ന പ്രതലത്തിനുമിടയിൽ കുറേ മണ്ണുണ്ട്. എൻ്റെ അപ്പനും അമ്മയും പഠിപ്പിച്ച ഒരുപാടും സഭ പഠിപ്പിച്ച ഒരുപാടും ചരിത്രം കൊണ്ടുവന്ന ഒരുപാടും മണ്ണ് ഇതിൻ്റെ മേലിലുണ്ട്. ഞാൻ ഈ മണ്ണിൻ്റെ മേളിൽ, അപ്പൻ അങ്ങനെ പറഞ്ഞത്, അമ്മ ഇങ്ങനെ പറഞ്ഞത്, പണിതാൽ വൻമഴ പെയ്യും, കാറ്റടിക്കും, വീടിൻ്റെ മേൽ അലയ്ക്കും, അത് വീഴും. യേശു പറഞ്ഞ ആഴക്കുഴിച്ച് ഈ പാരമ്പര്യം തോണ്ടി, എനിക്ക് കിട്ടിയിരിക്കുന്ന സകല ഇൻഫർമേഷനും തോണ്ടി, അടിയിലത്തെ പാറ കണ്ട് അതിൽ പണിയുന്ന പണി നിലനിൽക്കും. ഒന്ന്, യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനം. ഇതിൻ്റെ മേൽ പണിയുന്നത് പൊന്ന് വെള്ളി വിലയേറിയ കല്ല്, വില മുടക്കി പണിയുന്നവരുണ്ട്, അവർക്കായി സ്തോത്രം. വേറൊരു കൂട്ടർ മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു. എങ്കിൽ അവനവൻ്റെ പണി ശോധന ചെയ്യപ്പെടും, തീയോട് ശോധന ചെയ്യും. ഇത് തീയോടാ ശോധന ചെയ്യുന്നത്. 2 റോമാലേഖനം 14:12 ഓരോരുത്തനെയും ശോധന ചെയ്യും, ഒരു ഗ്രൂപ്പിനെയല്ല. അവനവൻ അർഹിക്കുന്ന പ്രതിഫലം, മാന്യത അവന് കൊടുക്കും. ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഇട്ടിരിക്കുന്നത്, കിരീടം കൊടുക്കേണ്ടവന് കിരീടം കൊടുക്കും, ബാഡ്ജ് കൊടുക്കേണ്ടവന് ബാഡ്ജ് കൊടുക്കും. അവന് മെഡൽ കുത്തി കൊടുക്കേണ്ടവന് മെഡൽ കുത്തിക്കൊടുക്കും. അവനവൻ അർഹിക്കുന്നത് അവന് ലഭിക്കും. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി, ആണുപോലും പെണ്ണുപോലും കിരീടങ്ങൾ വെച്ച് കർത്താവ് അവരെ മാനിക്കും. ഇതെല്ലാം സ്വർഗത്തിൽ നടക്കുന്ന ഭീമയില്ല. മത്തായിയുടെ സുവിശേഷം 22:2 യേശുവിൻ്റെ വിവാഹം നടക്കും. ആ വിവാഹത്തിൻ്റെ പ്രധാന സ്ഥാനി പിതാവായ ദൈവമായിരിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 5:34 യേശു ആയിരിക്കും മണവാളൻ. 2 കൊരിന്ത്യർ 11:2 വേർതിരിക്കപ്പെട്ട വിശുദ്ധിയും ദൈവിക വേർപാടും സൂക്ഷിച്ച ചേസ് വെർജൻ, തിരഞ്ഞെടുക്കപ്പെട്ട കന്യക, അതായിരിക്കും ദൈവത്തിൻ്റെ സഭ. വെളിപ്പാട് പുസ്തകം 7:5 മുതൽ 9 വരെ പഴയ നിയമവിശുദ്ധന്മാരും അവിടെ ഉണ്ട്, പുതിയ നിയമവിശുദ്ധന്മാരും ഈ കൂട്ടത്തിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 22:3 ക്ഷണിക്കപ്പെട്ട അതിഥികൾ അവിടെ ഉണ്ട്. അവർ മണവാട്ടിയല്ല, ക്ഷണിക്കപ്പെട്ട അതിഥികൾ അവിടെ ഉണ്ട്. വെളിപ്പാട് പുസ്തകം 19:4 സ്വർഗീയ സൈന്യം ഇതിന് മുഴുവൻ വിറ്റ്നസ് ചെയ്യാൻ നിൽക്കുക. എവിടെയാണ് തുടർന്ന് വിശദീകരിക്കേണ്ടത്? ഒരു ദിവസമല്ലേ, അത് നടക്കില്ല. മത്തായിയുടെ സുവിശേഷം 24:21 there shall be a great tribulation. ഇതേ സമയം ഭൂമിയിൽ മഹോദരവ് നടക്കുക. സഭ മധ്യാകാശത്തിലേക്ക് മാറ്റപ്പെട്ടു. മധ്യാകാശത്തിൽ വിശുദ്ധന്മാരുടെ ക്രിസ്തീയ ന്യായവിധി, യേശു അവരെ ന്യായം വിധിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു. കുഞ്ഞാട് സ്ഥാനമേറ്റു. കുഞ്ഞാട് തൻ്റെ മണവാട്ടിയെ മാനിച്ചു, തൻ്റെ മണവാട്ടിക്ക് കൊടുക്കേണ്ടത് കൊടുത്തു. എന്നിട്ട് വിശുദ്ധ വിവാഹം നടന്നു. മധ്യാകാശത്തിൽ വിവിധ വിവാഹം നടന്നു. ആ സമയം ഭൂമിയിൽ മഹോദ്രവം ആരംഭിച്ചു. ഭൂമിയുടെ ആരംഭം മുതൽ അവസാനം വരെ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഇവിടെ നടക്കും. ഹെവി പെർസിക്യൂഷൻ, കറപ്ഷൻ,
അന്നിവിടെ ലെഫ്റ്റ് ഓവർ വിശ്വാസികൾ കാണും. എന്ന് പറഞ്ഞാൽ ഒന്നാം വരവെങ്കിൽ എടുക്കപ്പെടാൻ കഴിയാത്ത അത്രയും വിശുദ്ധിയില്ല. അതിൻ്റെ തൊട്ട് താഴെ, പക്ഷെ കളങ്കവുമില്ല, പാപിയൊന്നുമല്ല, മര്യാദ പാപിയ, അങ്ങനെ പറയണം. യേശുവിൻ്റെ പ്രമാണപ്രകാരം വന്നതല്ല, പക്ഷെ ലോകത്തിൻ്റെ പ്രമാണപ്രകാരം നടക്കുന്നതുമല്ല. അങ്ങനെ ഒത്തിരിയുണ്ട്. അവരൊന്നാം വരവിൽ കൈവിടപ്പെടും. 1000 ആണ്ട് കഴിയുമ്പോൾ അവർക്ക് രണ്ടാമതൊരു ചാൻസ് കിട്ടും. 1000 ആണ്ടേക്ക് മരിച്ചവരിൽ ശിഷ്ടമുള്ളവർ ഉയർത്തില്ല, ജീവനോടിരിക്കുന്നതിൽ ശിഷ്ടമുള്ളവർ ഉയർത്തില്ല. Many will be left behind. Few from that still. ഇന്ന് വരെ രക്ഷിക്കപ്പെട്ടവരും പക്ഷെ കർത്താവിന് വേണ്ടി ശരിക്കും പ്രമാണപ്രകാരം പോകാത്തവരും ഒക്കെ ഇവിടെ കാണും. ഈ ബഥേലിലെ ഞങ്ങളുടെ ചർച്ച് ഒന്ന് നന്നായി പണിയണമെന്ന് എനിക്ക് തോന്നി. ആർക്കെങ്കിലും നല്ലൊരു ചർച്ച് പണിയണമെന്ന് തോന്നിയ ദൈവം അവനെ ഏൽപ്പിച്ച പണി അവൻ ചെയ്യണം. പക്ഷെ അതിന് ഉടക്ക് വരും, എപ്പോഴും ഉടക്ക് വരും. തണ്ട് ഇന്നാർക്ക് കഞ്ഞി കുടിക്കാൻ വകയില്ല, നീ കെട്ടിടം പണത് എന്നെ എടുക്കാൻ, ഇവന് കഞ്ഞി വാങ്ങിച്ചുകൂടാ. അവൻ ചരിത്രകാലം മുഴുവൻ കഞ്ഞി കുടിക്കുകയുള്ളൂ. കുടി അവൻ നിറയത്തുമില്ല, അവൻ്റെ മക്കൾ ജോലിക്ക് പോകത്തുമില്ല, കള്ളു അടിച്ച് നടക്കുകയേ ഉള്ളൂ, പള്ളി പണി നടക്കത്തുമില്ല. ഞങ്ങൾ പള്ളി പണിയുമെന്ന് തീർത്തു പറഞ്ഞപ്പോൾ ഒരു കൂട്ടം ആളുകൾ അവിടെ കർത്താവ് വരത്തില്ലേ, ഇല്ലെന്തിനാ പള്ളി പണിയുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, ഞങ്ങൾ 7 കൊല്ലത്തേക്കേ പോകത്തുള്ളൂ. ആ 7 കൊല്ലം നീ ഇവിടെ താമസിച്ചു, തിരിച്ച് വന്ന് നിന്നെ പെടലിക്ക് പിടിച്ച് പുറത്താക്കും. 7 കൊല്ലം കഴിയുമ്പോൾ ഞങ്ങളിഞ്ഞ് തിരിച്ചു വരും. മധ്യാകാശത്തിൽ 7 വർഷമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഭൂമിയിലേക്ക് തിരിച്ച് സഭ വരും. അന്ന് വരെ ഭൂമിയിൽ ഉണ്ടാകാത്ത പ്രശ്നങ്ങൾ നടക്കും. ഗെറ്റ് പ്രിപ്പയർഡ് ഫോർ റാപ്ചർ. യേശുവിൻ്റെ കാഹളത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം, അങ്ങനെ പറഞ്ഞ് മാറാം. അത് കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത ഉണ്ടാക്കും. അന്തിക്രിസ്തുവിനെ തോപ്പിക്കും ഒരുപാട് കാര്യങ്ങൾ. മഹത്വ പ്രത്യക്ഷതയ്ക്ക് ശേഷം സൈറ്റൻ ബൗണ്ട് ഫോർ 1000 years. ത്രോൺ ഓഫ് ഗ്ലോറി ഈസ് റിവീൽഡ്. യേശു യെരുശലേമിൽ ഒരു സിംഹാസനം വെച്ച് ആ സിംഹാസനത്തിൽ ഇരിക്കും. തൻ്റെ ജനത്തിന് അനുകൂലമായും വിപരീതമായും പ്രവർത്തിച്ച സകല ജാതികളെയും തൻ്റെ മുമ്പിൽ കൂട്ടും. അത് അന്ത്യന്യായവിധി അല്ല, ഭൂമിയിലെ ഗ്ലോറി ത്രോൺ, മഹത്വ തേജസ്സിൻ്റെ സിംഹാസനമാണ്. അതിൻ്റെ മുമ്പിൽ കൂട്ടും. അന്ന് ഭൂമിയിലെ വിശുദ്ധന്മാർ തന്നോടൊപ്പം സിംഹാസനത്തിലിരിക്കും. അപ്പസ്വലന്മാരോട് പറഞ്ഞ്, നിങ്ങൾ 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-ന് ന്യായം വിധിക്കും. അന്ന് അതാത് സ്ഥലങ്ങളിൽ പ്രശ്നം അനുഭവിച്ചവർ ന്യായം വിധിക്കുവാൻ ക്രിസ്തുവിനോടുകൂടെ സിംഹാസനങ്ങളിലിരിക്കും. വിശുദ്ധ മത്തായിയിൽ യേശു പറഞ്ഞു, നിങ്ങൾ എന്നോടുകൂടെ സിംഹാസനങ്ങളിലിരിക്കും. 12 സിംഹാസനങ്ങൾ. തുടർന്ന് 1000 ആണ്ട് വാഴ്ച ആരംഭിക്കും. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം അന്ന് ഒത്തിരി സംഭവങ്ങൾ നടക്കും. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർക്കുകയും ഈ സകല ജാതികൾക്കും പിന്നെ ഒരു ചാൻസ് കൂടെ കൊടുക്കും. ഓൾറെഡി ഒരു ചാൻസ് കൊടുത്തതാ, രണ്ടാമതൊരു ചാൻസ് കൂടെ കൊടുക്കും. ആ വലിയ യുദ്ധത്തിൽ യേശു തൻ്റെ ആയുധമായി ഉപയോഗിക്കുന്നത് 1 പകർച്ചവ്യാധികൾ, 2 പ്രകൃതി ശക്തികൾ, 3 തൻ്റെ പർവ്വതങ്ങൾ. വൻകിട പർവ്വതങ്ങൾ കുലുങ്ങി വീഴും. ഞാനൊരു കൊച്ചു പദം പറയാം. ഓട്ടോമൻ ഗവൺമെൻറ് ഇസ്രയേൽ ഭരണം ഏറ്റെടുത്തു. വർഷങ്ങൾക്ക് പുറകിൽ, ഏറെക്കുറെ ഒരു 1.5 നൂറ്റാണ്ട് മുമ്പേ ഓട്ടോമൻ ഗവൺമെൻറ് ഇസ്രയേലിൻ്റെ ഭരണം ഏറ്റെടുത്തു. ഓട്ടോമൻ ഗവൺമെൻറ്റിലെ ഒരു ചക്രവർത്തി വേദപുസ്തകം വായിച്ചു കേട്ടിട്ടുള്ള ആളാണ്, അല്ലെ പഠിച്ചയാളാണ്. അയക്കറിയാം യേശു മടങ്ങി വരും. വന്നാൽ യെരുശലേമിൻ്റെ കിഴക്കേ വാതിലിലൂടെ വേണം അകത്ത് കയറാൻ. കയറ്റാതിരിക്കാൻ എന്തു ചെയ്യും? ഇസ്രയേലിൻ്റെ പ്രമാണം അനുസരിച്ച് ഒരു മഹാപുരോഹിതനും രാജ്യത്വം ഏറ്റുവരുന്ന രാജാവും ഒരിക്കലും ശവക്കോട്ടെ ചവിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ യെരുശലേമിൻ്റെ കിഴക്കേ വാതിലിന് നേരെ കിഴക്ക് വശത്തോട്ട് ഒരു ശവക്കോട്ട പണിയാൻ അയാൾ തീരുമാനിച്ചു. ഏത് ചക്രവർത്തിയാന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. നിങ്ങളുടെ വെബ്സൈറ്റ് അസസ് ഉണ്ടല്ലോ, കയറി നോക്ക്. ഓട്ടോമൻ ഗവൺമെൻറ്റിലെ ഒരു ചക്രവർത്തിയാണ്. ഒന്ന്, അയാൾ കരിങ്കല്ലുകൊണ്ട്, ഇഷ്ടിക കൊണ്ട് കിഴക്കേ വാതിൽ അടച്ചു. ഇഷ്ടിക കൊണ്ട് കിഴക്കേ വാതിൽ കെട്ടി അടച്ചു. 2, കിഴക്കേ വാതിലിൻ്റെ കിഴക്ക് വശത്തോട്ട് ഒരു വൻകിട ശവക്കോട്ട പണിതു. ഇന്നും അതവിടെ ഉണ്ട്. ആയിരങ്ങളെ അടക്കിയ വലിയ ശവക്കോട്ട. അവൻ പറഞ്ഞു, യേശു തിരിച്ചു വന്നാൽ ഇതിലേ കയറുകയില്ല, കരുതി ശവക്കോട്ടയാ. പക്ഷെ കർത്താവ് വരുമ്പോൾ ഇവനോട് യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒറ്റ ഭൂകമ്പം. എല്ലാം കൂടി ഒരു തെറിക്കുണ്ട്. ശവക്കോട്ട എത്ര അടി താഴെ പോയെന്ന് ആരും കാണത്തില്ല. ഒരു പർവ്വതം വന്ന് അവിടെ ഇരിക്കും. എവൻ കെട്ടിയടച്ചു വെച്ചിരിക്കുന്ന ഇഷ്ടിക എത്തിലെയൊക്കെ തെറിക്കുമെന്നറിയത്തില്ല. ദൈവത്തിൻ്റെ ആയുധങ്ങൾ, സ്വാഭാവിക ശക്തികളും പകർച്ചവ്യാധികളും പർവ്വതങ്ങൾ ഇടിഞ്ഞു വീഴുന്നതുമായിരിക്കും. എബ്രായ ഭാഷയിൽ ഹെർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്ത
ആ ജനത്തെ കർത്താവ് അന്ന് നേരിടുന്നത് തൻ്റെ വായിലെ വാക്കുകളാണ്. അതിനകത്ത് കത്തുന്ന തീയുണ്ട്. ഒരു ദിവസത്തോടെ കൊണ്ട് യുദ്ധം തീരും എന്നെനിക്ക് തോന്നുന്നു. ആ യുദ്ധം തീരും, അവർ നശിച്ചു പോകും. നേഷ്യൻസ് ആർ ഡിസ്മിസ്ഡ്. ഈ ഗ്ലോറി തോണിൻ്റെ മുമ്പിലിരുന്ന് കിരീടം വെച്ച് ഭരിച്ചിരുന്ന രാജാക്കന്മാരെ പറഞ്ഞു വിടും, പോകണം വരും, നിനക്ക് പോകാം. നേഷ്യൻസ് വിൽ ബി ഡിസ്മിസ്ഡ്. ഞാൻ അങ്ങനെ ഒരു പദം കൊണ്ട് നിർത്തുക. സഖരിയാവിലും മത്തായിയുടെ ഒക്കെ ഇത് കിടപ്പുണ്ട്. ഞാൻ ഒടുവിൽ ഇന്ന് അന്ത്യന്യായ വിധിയിലേക്ക് പോകാം. ഇതിനോടാകാം യഹൂദൻ്റെ ദേവാലയം അവൻ പണിതിരിക്കും. യഹൂദൻ്റെ ദേവാലയത്തിൽ യേശു നിന്ന് ശുശ്രൂഷ നടത്തും. ആ മഹോദ്രവം കഴിഞ്ഞ് ഇവിടെ നടക്കുന്ന സഹസ്രാബ്ദ വാഴ്ചയിൽ യേശു ശുശ്രൂഷ നടത്തും. പണ്ടൊരിക്കൽ തൻ്റെ ഒന്നാമത്തെ വരവിൽ ദേവാലയത്തിൽ കയറി നിന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ യേശുവിനെ തള്ളി പുറത്താക്കിയതാണ്. ഒരു കൂട്ടം ആളുകൾ വിളിച്ചു പറഞ്ഞ് തള്ളടാ അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കിടാന്ന്. വേറൊരുത്തൻ പറഞ്ഞു പള്ളി പണിതിരിക്കുന്ന പർവ്വതത്തിൻ്റെ മലയുടെ അറ്റത്ത് കൊണ്ടുവന്ന് തല വീഴായി തള്ളിയിട്ട് കൊല്ലടാന്ന്. എൻ്റെ യേശു ആരോടും മിണ്ടാതെ ആരും കാണാതെ ഇറങ്ങി നടന്ന് രക്ഷപ്പെട്ടെന്ന മത്തായിയുടെ സുവിശേഷം പറയുന്നേ. ആ യേശു മടങ്ങി വരും. മൂന്നാമത്തെ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യേണ്ടതിന് യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശുശ്രൂഷ ചെയ്യും. ആയതിനു വേണ്ടി ദേവാലയത്തിൻ്റെ പണി ഇതിനോടകം നടന്നിരിക്കും. യേശു അവിടെ ശുശ്രൂഷ ചെയ്യും. അന്നിവിടെ വെച്ച് ദൈ കിങ്ഡം കം, അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവരാജ്യത്തിനും ദൈവിക സംസ്കാരത്തിനും വേണ്ടി നിന്നവരെ നിങ്ങൾ രാജാക്കന്മാർക്ക് തുല്യമായി കർത്താവിനോടുകൂടെ ഭരണം നടത്തും. ഒരു മില്ലീനിയം നടക്കും, നേരമില്ല. ഇതിനിടയ്ക്ക് ഒരു വെള്ളസിംഹാസനം പ്രത്യക്ഷപ്പെടും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. എനിക്ക് വെള്ളസിംഹാസനം തീരും, 9:30 തീരും. ഒരു വെള്ളസിംഹാസനത്തെ ഞാനൊന്ന് തൊട്ടോട്ടെ. അതിനെക്കുറിച്ച് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ പറയുന്നത് എ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ. ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പത്തെ ചിത്രീകരിക്കും. ഇവിടെ നമ്മുടെ ഈ നാട്ടിലുള്ള ഒരു ലോക്കൽ കോടതിയിൽ, ഒരു പഞ്ചായത്ത് കോടതിയിലോ AC കോർട്ടിലോ അസിസ്റ്റന്റ് കമ്മീഷണറുടെ കോർട്ടിലോ ഒരു കേസ് ഉണ്ടായി, ഒരു വിധിയായാൽ അതിനെ ചോദ്യം ചെയ്യാൻ അതിനടുത്ത കോടതി പാം, അതിനെ ചോദ്യം ചെയ്യാൻ ഹൈക്കോടതി പാം, ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ സുപ്രീം കോർട്ടിൽ പാം. പക്ഷെ സുപ്രീം കോർട്ടിനെ കുറിച്ച് അതൃപ്തി ഉണ്ടായാലോ ഒന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷെ ഇവിടെ വരാൻ പോകുന്ന കോടതി അതിനേക്കാൾ മേളിലാകയാൽ ഗ്രേറ്റ് എന്ന പദം ഉപയോഗിച്ചു. ദ ഗ്രേറ്റ് ത്രോൺ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ പേർക്കും ബാധകമാണ്. രാജാക്കന്മാർക്കും മഹാരാജാക്കന്മാർക്കും ചക്രവർത്തികൾക്കും കിരീടം വെച്ച് അവിടെ കയറാനൊക്കത്തില്ല. ഇറ്റ്സ് എ ഗ്രേറ്റ് ത്രോൺ. 2, വെള്ള എന്ന നിറം അതിനകത്തെ നിർമ്മലതയെ കുറിക്കുന്നതാണ്. നിർമ്മലമായൊരു വിധി, ആർക്കും പ്രതികൂലവുമോ അനുകൂലമായ ഒരു വിധിയില്ല. നമ്മൾ ചിന്തിക്കുന്ന പോലല്ല. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറിയ പ്രായത്തിൽ ആദ്യത്തെ ജോലിക്ക് വേണ്ടി ഇന്ത്യൻ എയർഫോഴ്സിൽ ചേരാൻ ചെല്ലുമ്പോൾ എൻ്റെ ഓൺ അപ്പൻ്റെ അനിയൻ ഒരു ആർമി കേണലാണ്. എന്നെ റിക്രൂട്ട് ചെയ്യുന്ന റിക്രൂട്ട്മെൻറ്റ് ഓഫീസർ അതിനേക്കാൾ 4 ലെവൽ താഴെയാണ്. എൻ്റെ ഉപ്പാപ്പനോട്, സ്വന്തം ഉപ്പാപ്പനാണ്, ഒരു ഫുൾ കേണലാണ്. അദ്ദേഹം ട്രിമിൽഗിരി ഓഫീസേഴ്സ് ട്രെയിനിങ് സെൻറ്ററിൻ്റെ കമാൻഡറാണ്. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇതിന് വന്നതാണ്. എന്നോട് പറഞ്ഞു മോനെ, റെക്കമെൻഡേഷൻ എന്നൊരു പദം മിണ്ടിയേക്കല്ലേ. കാര്യം ഞാൻ നിന്നെ റെക്കമെൻഡ് ചെയ്താൽ ഒരു പക്ഷേ നിന്നേക്കാൾ കഴിവുള്ള 4 പേരെ ഞാൻ ഡിപ്രൈവ് ചെയ്യുക. നിനക്ക് കഴിവുണ്ടെങ്കിൽ എഴുതി പാസ്സാകില്ല, മിണ്ടാതെ വീട്ടിൽ പോകും. ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. അത് ലോകത്തിൻ്റെ നീതിയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, റെയിൽവേ സ്റ്റേഷനുകളിൽ ആളുകളുടെ തൂക്കം നോക്കുന്ന ഒരു തിരാശി ഉണ്ടായിരുന്നു. ഒരുത്തൻ്റെ തൂക്കം അറിയണമെങ്കിൽ അതിലോട്ട് കയറി നിന്ന് ഒരണയുടെ കോയിൻ ഇട്ടാൽ മതിയായിരുന്നു. ഒരണ അന്നതുണ്ടായിരുന്നു. ഉടനെ അവൻ്റെ തൂക്കം പ്രിൻ്റ് ചെയ്ത് തരും. ആ തൂക്കം കാണിക്കുകയും ചെയ്യും, സ്കെയിലെ കാണിക്കും. രണ്ടാമതൊരുത്തന് കാശ് കൊടുക്കാതെ തൂക്കം നോക്കാവുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഞങ്ങൾ 3-4 പേര് കൂടി തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഒന്നാമൻ കയറി 10 ഒരെണ്ണ ഇട്ടു, തൂക്കം കിട്ടി. രണ്ടാമനോട് പറഞ്ഞ് കയറിക്കോളാൻ പറഞ്ഞു. അവൻ കയറിയിട്ട് ഇവൻ ഇറങ്ങിയാൽ മതി, അവൻ്റെ തൂക്കവും കാണിക്കും. പിന്നെ എത്ര പേര് കയറുന്നോ, ഒരുത്തൻ ഇറങ്ങിപ്പോയി. ഒരാളത് നിൽക്കുമ്പോൾ തന്നെ രണ്ടാമതൊരാളൂടെ കയറിയാൽ ഇത് ഓഫ് ആകത്തില്ല. അങ്ങനെ നിൽക്കുമ്പോൾ രണ്ടാമൻ്റെ തൂക്കം നോക്കാൻ കയറുമ്പോൾ എന്നേക്കാൾ പ്രായമുള്ള ഒരാൾ എന്ന് പറഞ്ഞ മോനെ ഇങ്ങോട്ട് ഇറങ്ങടാ, ഒരെണ്ണം ഞാൻ തരാം. കള്ളത്തരം കാണിക്കല്ലേ. അത് ഈ ലോകത്തിൻ്റെ കോടതിയാണ്. വെള്ളസിംഹാസനം ഇതൊന്നുമല്ല, ഇതിനൊക്കെ അപ്പുറത്താ.
ഗ്രേറ്റ് വൈറ്റ് ത്രോൺ. അവിടെ ദൈവമാണ് ജഡ്ജ്. പുസ്തകങ്ങൾ തുറന്നു എന്നാണ് എഴുതി. ഒന്ന് യോഹന്നാൻ 5:7 ഞാൻ പൊക്കോളാം. പുസ്തകങ്ങൾ തുറന്നു. ഈ പ്രധാന ഭാഗങ്ങളിൽ ഞാൻ ഒന്ന് കയറി ഇറങ്ങിക്കോട്ടെ. ദൈവം തന്നെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമാണ് ന്യായം വിധിക്കുന്നത്. ദൈവമെന്നതിനെ പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും 3 വ്യക്തിത്വമായി നമ്മൾ തിരിക്കാറുണ്ട്. വേദപുസ്തകത്തിൽ ത്രിയേക ദൈവം എന്ന ആശയം തുറന്ന് ഒറ്റ വാചകത്തിൽ പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ. അത് 1 യോഹന്നാൻ 5:7. നിങ്ങളെല്ലാം കൂടെ ബൈബിൾ തപ്പിയാലും കാണത്തില്ല. കാര്യം മലയാള വേദപുസ്തകത്തിൽ ആ സൂത്രം ഇല്ല. ഇംഗ്ലീഷിലെ പല കോപ്പികളിൽ നിന്ന് എടുത്തു കളഞ്ഞു. പക്ഷെ ഒറിജിനൽ സ്ക്രിപ്റ്റിൽ കിങ് ജെയിംസ് വെർഷന് കിടപ്പുണ്ട്. കിങ് ജെയിംസ് വെർഷൻ ഇംഗ്ലീഷ് ബൈബിൾ കയ്യിലുള്ളവർക്ക് അത് കിടപ്പുണ്ട്. ന്യൂ കിങ് ജെയിംസ് അല്ല ഞാൻ പറഞ്ഞ കിങ് ജെയിംസ് വെർഷൻ ഉള്ളവരുടെ കയ്യിലുണ്ട്. ഈ യഹോവ സാക്ഷികൾ ബൈബിൾ സൊസൈറ്റിയോട് ചേർന്നു, ബൈബിൾ പ്രിന്റിങ്ങിന് ചേർന്നു. മറ്റാരും കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായി ഒരു തുക അവർ കൊടുക്കും. പക്ഷെ അവർ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല. അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇതര ബൈബിളുകളിൽ നിന്ന് അതെടുത്തു മാറ്റിയതെന്ന് പറയപ്പെടുന്നു. എനിക്കറിഞ്ഞുകൂടാ, പറയപ്പെടുന്നു. രണ്ടായാലും കിങ് ജെയിംസ് വെർഷനിൽ 1 യോഹന്നാൻ 5:7 ഒരു വാക്യമാണ്. ഞാനതൊന്ന് വായിച്ചേക്കാം. For there are 3 that bear record in heaven. ശ്രദ്ധിച്ച് കേട്ടാലും ഞാൻ തർജ്ജമ ചെയ്തോളാം. For there are 3 that bear record in heaven, the Father, the Word and the Holy Ghost, and these 3 are one. പിതാവും വചനവും ആത്മാവും ഒരു വ്യക്തിത്വമാണ് എന്ന് എടുത്തെഴുതിയിരിക്കുന്ന ഒറ്റ വാക്യമാണ്. ഈ വാക്യം മലയാള വേദപുസ്തകത്തിൽ ഇല്ല, പ്ലഗ് ചെയ്ത് എടുത്തു കളഞ്ഞു. 8ാം വാക്യം കൊടുത്തിട്ടുണ്ട്. And there are 3 that bear witness on the earth, the spirit and the water and the blood, and these 3 agree in one. സാക്ഷ്യം പറയുന്നവർ 3 പേരുണ്ട്. ആത്മാവ്, ജലം, രക്തം. ഇവ 3ഉം ഒരുവനെ കുറിച്ച് ഒരേ സാക്ഷ്യം പറയും. 3ന്റെ സാക്ഷ്യം ഒന്ന് തന്നെ എന്നാൽ മലയാളത്തിൽ തർജ്ജമ ചെയ്ത് അങ്ങനല്ല. ഇത് 3 പേരും ഒരുവനെ കുറിച്ച് ഒന്ന് തന്നെ സാക്ഷ്യം പറയണം. അന്ത്യ വെള്ളസിംഹാസന വിധിയെങ്കിൽ നടക്കാൻ പോകുന്നത് അതാ. ഇനി ഞാനിതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോവാം. ശ്രദ്ധിച്ച് കേട്ടാലും മനസ്സിലാകത്തക്ക പോലെ. ഇതുവരെ ഞാൻ ആർക്കും ദോഷമൊന്നും ചെയ്തില്ലെന്ന് എനിക്ക് തോന്നല്ലേ. ഞാൻ ആർക്കും ദോഷമൊന്നും ചെയ്തില്ല. ബൈബിൾ അങ്ങനെ തന്നെ പറയുകയായിരുന്നു. പിശാചിനും ഭയങ്കര ദോഷമാണ്. അവനിതൊന്നും സമ്മതിക്കുന്നവനല്ല. ഇനി വെള്ളസിംഹാസനത്തെ ഞാനൊന്ന് തൊടാൻ പോവാം. വെള്ളസിംഹാസനത്തിങ്കിൽ 3 സിംഹാസനങ്ങൾ വെക്കും. പിതാവ്, വചനം, ആത്മാവ്. 3 സിംഹാസനങ്ങൾ. അങ്ങനെ പറയുന്നത്. For there are 3 that bear record in heaven, the Father, the Word and the Holy Ghost, and these 3 are one. ത്രിയേകനായ ദൈവം 3 സിംഹാസനങ്ങൾ വെക്കും. 1ാം സിംഹാസനത്തിൽ പിതാവായ ദൈവം ഇരിക്കും. 2ാം സിംഹാസനത്തിൽ പുത്രനാം തമ്പുരാൻ ഇരിക്കും. 3ാം സിംഹാസനത്തിൽ പരിശുദ്ധാത്മാവാം ദൈവം ഇരിക്കും. എന്നിട്ട് ഇവരുടെ മുമ്പിലുള്ള മേശയുടെ പുറത്തോട്ട് രേഖകൾ നിരത്തി വെക്കും. രേഖയൊന്നും വിശദീകരിക്കാൻ ഒക്കത്തില്ല, വിശദീകരിച്ച് തീരുകയില്ല. ജീവന്റെ പുസ്തകമെന്ന് മറ്റൊരു പുസ്തകം തുറക്കും, രേഖകൾ കൊണ്ടുവരും. യഹോവേ, അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നുവെന്ന് പറഞ്ഞ ബൈബിളിൻ്റെ ഒറിജിനൽ കോപ്പി കൊണ്ടുവെക്കും. ഓർമ്മയുടെ പുസ്തകങ്ങൾ തുറക്കും. ഓർമ്മയുടെ പുസ്തകമെന്ന് പറയുന്നത് നിസ്സാരമല്ല. പഴയ നിയമത്തിൽ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ കിടക്കമുറിയുടെ ഇഷ്ടികകൾ സാക്ഷി പറയാൻ എഴുന്നേറ്റ് വരും. മോനെ, എൻ്റെ കിടക്കമുറിയിൽ വളരെ രഹസ്യമായി ഞാൻ പറഞ്ഞതോ ചെയ്തതോ ആരും കണ്ടില്ലല്ലേ മോനെ, ഇഷ്ടിക എഴുന്നേറ്റ് വരും. അത് ദൈവത്തിൻ്റെ സാക്ഷിയാണ്. ഉത്തരങ്ങൾ എഴുന്നേറ്റ് വരും, സാക്ഷി പറയാൻ വരിക. ഞാനൊരു കൊച്ചു ഇൻസിഡൻറ്റ് തൊടാം. 10 മിനിറ്റ് ക്ഷമിക്കണം. ഒരു ഇൻസിഡൻറ്റ് പറയാം. 1975 ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ ഒരു അമേരിക്കൻ ട്രെയിനിങ്ങിന് വേണ്ടി അമേരിക്കയിൽ വിട്ടിരുന്നു. അമേരിക്കയിൽ വാട്കിൻ ജോൺസൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ആ കമ്പനിയുടെ ഒരു കോമ്പൗണ്ടിൽ ഒരു 5 ഏക്കറോളം സ്ഥലത്ത് പൊട്ടിത്തെറിച്ച ബോംബിൻ്റെ കഷണങ്ങൾ കൊണ്ടിട്ടിട്ടുണ്ട്. വിയറ്റ്നാം യുദ്ധത്തിൽ വിയറ്റ്നാമിൽ പൊട്ടിയ ബോംബിൻ്റെ സ്പ്ലിൻഡർ താണ ഇനം പിഗ് അയൺ കൊണ്ടുണ്ടാക്കിയതാണ്. അത് ഒരിക്കൽ പൊട്ടിയെത്തെറിച്ചാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. അത് എടുത്തു കളയാൻ സ്ഥലമില്ലാതെ ലോക ഗവൺമെൻറ്റുകൾ ഭാരപ്പെടുക ഇതെടുത്തു കളയാൻ. ഈ ദിവന്മാർ വിയറ്റ്നാമിൽ നിന്ന് പ്ലെയിൻ വിട്ട് കൊണ്ട് അമേരിക്കയിലിട്ടിരിക്കുക. അപ്പം ഞങ്ങൾ ചോദിച്ചു, ഇതെന്തിനാ? ഞങ്ങളുടെ ഒരു സയൻറ്റിസ്റ്റിനോടാണ് ചോദിച്ചത്, സാർ ഇതെന്തിനാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്? പറഞ്ഞു, ഈ ബോംബുകൾ പണ്ട് റഷ്യൻ ഡിപ്പോകളിൽ ഇരുന്നതാണ്.
അവിടുന്ന് എടുത്തു കൊണ്ടുവന്നാണ് വിയറ്റ്നാമിൽ പൊട്ടിച്ചത്. റഷ്യയുടെ ഇലക്ട്രോണിക് ഡെവലപ്മെന്റ് എന്തും വേണ്ടുണ്ടെന്ന് ഇത് പരിശോധിച്ചാൽ അറിയാം. അന്ന് റഷ്യയുടെ പട്ടാള ക്യാമ്പിൽ നടന്നിരുന്നതായ ഇലക്ട്രോ മാഗ്നറ്റിക് പ്രൊപ്പാഗേഷന്റെ ഒരു ഭാഗം ഇത് പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രത്യേക ടെമ്പറേച്ചറിൽ പ്രത്യേക കെമിക്കലുകൾ ചേർത്ത് ചൂടാക്കിയാൽ ആ റേ പുറത്തു വരും. അവരുടെ വികസനം എന്നാ ഉണ്ടെന്ന് ഇതിൽ നിന്ന് പഠിച്ച് അതിന് കൗണ്ടർ മെഷർ ഉണ്ടാക്കുക നമ്മുടെ കമ്പനിയുടെ ജോലി. എൻ്റെ ദൈവമേ, പണ്ടുകാലത്ത് പൊട്ടിത്തെറിച്ച ഒരു ബോംബിനകത്ത് അത്രയും ഇൻഫർമേഷൻ ഒരു സാമ്രാജ്യത്തെക്കുറിച്ച് കൊണ്ടുവരാമെങ്കിൽ, ഞാൻ അത് പറയുമ്പോൾ അടുത്തൊരു ഒരു പദം കൂടെ പറഞ്ഞോട്ടെ, ക്ഷമിക്കണം. നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് അദ്ദേഹം വിദേശങ്ങളിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടോയ്ലറ്റിലൂടെ കൊണ്ടുവന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മലമോ മൂത്രമോ വേറൊരു രാജ്യത്ത് അദ്ദേഹം ഉപേക്ഷിക്കത്തില്ല. അത് പഠിച്ചാൽ ഇവൻ്റെ പല കാര്യവും മനസ്സിലാകുന്നു. സാക്ഷിയൊക്കെ ദൈവത്തിന് ഒരുപാടുണ്ട്. എൻ്റെ ഉടുപ്പ് എനിക്കെതിരെ സാക്ഷി പറയും, നിങ്ങളിരിക്കുന്ന കസേരകൾ നിങ്ങൾക്കെതിരെ സാക്ഷ്യം പറയും. ഇതെല്ലാം കൂടെ ചേർത്ത് പറഞ്ഞ് പുസ്തകങ്ങൾ തുറന്നു. ആ സാക്ഷികളുടെ കൂട്ടത്തിൽ മുകളിൽ നിന്ന് ആകാശത്തെ വിളിക്കും, താഴെ നിന്ന് ഭൂമിയെ വിളിക്കും. തീയും കടലും പുകയും കാറ്റും മഴയും എല്ലാം സാക്ഷികളാ. മഴ നനഞ്ഞപ്പോഴല്ലേ നീ മറ്റേ പണി ചെയ്തത്? എടാ, മഴ സാക്ഷിയാ. ഇവരെ എല്ലാം വിളിച്ച് വട്ടവരുത്തും. ഒരു 24 സിംഹാസനങ്ങളിലും പഴയ നിയമസഭയെ ചിത്രീകരിക്കുന്ന 12ഉം പുതിയ നിയമസഭയെ ചിത്രീകരിക്കുന്ന 12ഉം 24 സിംഹാസനങ്ങളിലും. അടുത്തത് സ്റ്റേജിൻ്റെ നേരെ മുൻപിലോട്ട്, തൻ്റെ സിംഹാസനത്തിൻ്റെ നേരെ മുമ്പിലോട്ട് സ്വർഗത്തിലെ പ്രധാന അധികാര ശക്തികളെ 4 ജീവികളെ വിളിച്ചിരുത്തും. കിങ് ജെയിംസ് വെർഷൻ ബൈബിളിൽ മൃഗം എന്നൊരു പേര് കണ്ടാൽ, ദ ബീസ്റ്റ് എന്നൊരു പേര് കണ്ടാൽ ആ അധികാരത്തെ ചിത്രീകരിക്കുന്നതാണ്. സകല മൾട്ടി യൂണിവേഴ്സിൻ്റെ അധികാരം വഹിക്കുന്ന ഏറ്റവും ശക്തരായ അധികാരികളായ 4 ദൂതന്മാരെ വിളിച്ച് മുന്നിലിരുത്തും. ആരും കയ്യാക്രമം ചെയ്യാൻ വരത്തില്ലടാ, ഒരു പ്രശ്നവും വരത്തില്ല. 4 ജീവികളെ വിളിച്ച് മുന്നിലിരുത്തും. 24 മൂപ്പന്മാരെ വട്ടമിരുത്തും. 12 എന്ന് ഞാൻ കരുതുന്നു. 24 മൂപ്പന്മാരെ വിളിച്ചു വട്ടമിരുത്തും. 3 സിംഹാസനങ്ങളിന്മേൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇരിക്കും. രേഖകൾ മുഴുവനും ഹാജരാക്കി പ്രധാന സാക്ഷികളായി 3 പേരെ, വിശ്വസ്ത സാക്ഷികളെന്നാണ് വിളിക്കുന്നത്, 3 പേരെ മുൻപിൽ ഒരു സിംഹാസനമിട്ട് അവിടെ ഇരുത്തും. അവരുടെ പേര് ആത്മാവ്, ജലം, രക്തം. പിതാവാം ദൈവത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുവാൻ ആത്മാവിനെ ഇരുത്തും. പുത്രൻ തമ്പുരാൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ പച്ചവെള്ളം വെക്കും. പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ യേശുവിൻ്റെ രക്തത്തെ ഏൽപ്പിക്കും. എന്നിട്ട് ന്യായവിധി ആരംഭിക്കുക. ഞാൻ നിങ്ങളെ ആരെയും തൊടാതെ എൻ്റെ കുടുംബം തൊട്ടോട്ടെ, ക്ഷമിക്കണം, എൻ്റെ കുടുംബം മാത്രം. എൻ്റെ വല്യപ്പച്ചനെ ആദ്യം വിളിച്ചു എന്നിരിക്കട്ടെ. അപ്പച്ചൻ്റെ പേര് ഔസേപ്പ് എന്നായിരുന്നു. പിതാവായ ദൈവം വിളിച്ചൊരു ചോദ്യം ചോദിച്ചു, ഔസേപ്പ്, നീ എൻ്റെ വകയാണോ? പറഞ്ഞു, അതെ. ആകാശത്തോട് ചോദിച്ചു, ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടോ നോക്കാൻ പറയും, ഇല്ല. ആകാശത്തോട് ചോദിച്ചാൽ പറയും, യമൻ പള്ളിയിലുമൊക്കെ പോകുമായിരുന്നു, പക്ഷേ യേശുവിനായി ജീവിച്ചതായിട്ടൊന്നും അറിയത്തില്ല. ഭൂമി കണ്ടോ? ഞങ്ങളാരും കണ്ടിട്ടില്ല. പിന്നെ ആരാടാ കണ്ടത്? അങ്ങനെ പള്ളി പോയാൽ മതി എന്നാ പറഞ്ഞത്. അതിനാടാ 24 മൂപ്പന്മാരെ എഴുതിയിരിക്കുന്നത്. ആരാടാ പറഞ്ഞത്? പത്രോസ് പറയും, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടിച്ച് പോകണമെന്നാ. എല്ലാവരും കൈയൊഴിഞ്ഞു. ഔസേപ്പേ, നിന്നെ ന്യായം വിധിക്കാനാണ് ഞാൻ ഇരിക്കുന്നത്. കെട്ടടാ കൈയും കാലും. എൻ്റെ വല്യപ്പച്ചൻ്റെ കൈയും കാലും കെട്ടത്തില്ല, അതറിയാവൂ. ഭക്തി നടിച്ചവൻ്റെ കൈയും കാലും കെട്ടത്തുള്ളൂ, അല്ലാത്തവനെ ചുമ്മാ പറഞ്ഞു വിടുക. എന്നെ വിട്ട് പോകോളാൻ പറഞ്ഞാൽ അവൻ തന്നെ പോയി അങ്ങ് ചാടിക്കോളും. ഞാൻ ഈ ഭക്തി കളിച്ച് നടക്കുന്നത് കൊണ്ടാണ് എന്നെ പിടിച്ചു കെട്ടേണ്ടി വരുന്നത്. മറ്റവനെ പിടിച്ചു കെട്ടണ്ട. അപ്പച്ചൻ അതുവഴി പോയി. എൻ്റെ അപ്പനെ വിളിച്ചു, ഏബ്രഹാം എന്ന പേര് പാടാന്ന് പറഞ്ഞു. പിതാവാം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ വന്നു. നീ എൻ്റെ വകയാന്നോ? ആന്നേ. ജീവപുസ്തകത്തിൽ പേരുണ്ടോ നോക്കടാ. ഉണ്ടേ. നോക്ക്. അവിടെ നോക്കി, ഇവിടെ നോക്കി. പിതാവാം ദൈവത്തിൻ്റെ വകയാ. സമ്മതിച്ചു. മുൻപിലിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതിൻ്റെ സാക്ഷിയായിരിക്കുന്ന പരിശുദ്ധാത്മാവിന് 2 റോളുണ്ട്. മുൻപിലത്തെ വിശ്വസ്ത സാക്ഷിയാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞ, അതെ, ഞാൻ അവന് കൺവിക്ഷൻ കൊടുത്തു, അവന് യേശുവിനെ രക്ഷിതാവായി അംഗീകരിച്ചു. 2ാം കോടതി യേശുവിൻ്റെ കോടതിയാണ്. അവറച്ച, എൻ്റെ വകയാണോ? അതെ. ആ പച്ചവെള്ളം കണ്ണു തെറ്റിയത് അതിനിട അല്ല ഭർത്താവ് മുങ്ങിയതല്ല, കള്ളം പറയുക. വിശ്വസ്ത സാക്ഷി സമ്മതിച്ചില്ല. ആകാശമേ, നീ കണ്ടോ? അങ്ങനൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല.
ഭൂമി കണ്ടോ? ഇല്ല. ദൂതന്മാരാരെങ്കിലും കണ്ടോ? ഇല്ല. എന്താടാ നീ പറഞ്ഞു? അല്ല, ഞങ്ങളുടെ പള്ളി പഠിപ്പിച്ചങ്ങനെ. ആരെടാ അവനെ എങ്കിൽ വിളിക്കേ? ഇവിടെ 24 മൂപ്പന്മാരെ ഇരുത്തിയിട്ടുണ്ട്. മറ്റേ പുള്ളി പണ്ടേ നരകത്തിൽ പോയി. അയാളെ ഇപ്പോൾ എവിടെ ചെന്നാൽ കണ്ടുപിടിക്കുക? അയാളിവിടെ ഇല്ല. ഞങ്ങളുടെ പള്ളിയിൽ അങ്ങനെ പഠിപ്പിച്ചേ. അവനെ കൊണ്ടുപോടാ ആദ്യം. അത് തൽക്കാലത്തേക്ക് നീയും കൂടെ അങ്ങോട്ട് പോ. 3-ാമത്തെ കോടതിയിൽ എന്നെ വിളിച്ചു. രണ്ടിനകത്തും ഞാനും രക്ഷപ്പെട്ടു. 3-ാമത്തെ കോടതി വന്ന് ശ്രദ്ധിച്ച് കേട്ടു. പരിശുദ്ധാത്മാവ് എന്നോട് 1-ാമത്തിൽ രക്ഷപ്പെട്ടു, 2-ാമത്തെ രക്ഷപ്പെട്ടു. 3-ാമത്തെ കോടതി വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞടാ, നീ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച സഭായോഗത്തിന് ലേറ്റായിട്ടാണ് ചേർന്നെന്ന് കേട്ട് നേരാണോ? ആന്ന് കർത്താവേ. നീ എന്നിട്ട് ഭക്തി കളിച്ച് വന്നിരിക്കുക. കർത്താവേ, ഒരു അബദ്ധം പറ്റിപ്പോയത്. എൻ്റെ ചർച്ചിലാന്ന് ഞാൻ പരസ്യമായിട്ടങ്ങ് പറഞ്ഞു കളഞ്ഞ ഞാൻ പഞ്ചറായി പോയത് കൊണ്ടാണ് വരാൻ. ഞാൻ വീല് പഞ്ചറായി, ആരും കാണുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ കോടതിയിൽ ഒന്നും പറയാനൊക്കില്ല. കർത്താവേ, അബദ്ധം പറ്റിപ്പോയുണ്ട്. നീ എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ വീണ്ടും രക്തത്തിൽ ആശ്രയിച്ചു. എന്നെ ഒന്നുകൂടെ കഴുകാൻ ആവശ്യപ്പെട്ടു. പരിശുദ്ധാത്മാവ് ദൈവം യേശുവിൻ്റെ രക്തമാ സാക്ഷി പറയാൻ മുന്നിലിരിക്കുന്നൊരു ചോദ്യം ചോദിച്ചു. നേരാന്നോടാ? അതേ കർത്താവേ. ആകാശം കണ്ടോ? ഭൂമി കണ്ടോ? എല്ലാ സാക്ഷികളും ഒരുപോലെ പറഞ്ഞു. നിങ്ങൾക്ക് ഏറെക്കുറെ പിടികിട്ടുന്നുണ്ടോ? അന്ത്യസിംഹാസനം, വെള്ളസിംഹാസന ന്യായവിധി. ഞാൻ യേശുവിൻ്റെ വരവിനെയാണ് തൊട്ടത്. എൻ്റെ സമയം കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടുതലായിപ്പോയി. അതിനകത്തെ 3 ന്യായവിധികൾ ഞാൻ തൊട്ടു. നാം ഈ 3 ന്യായവിധികളും നേരിടേണ്ടവരാണെന്ന് മറക്കരുത്. വിധിക്കുന്നത് ദൈവിക കോടതിയിലാണ്. വിധിക്കുന്നത് ദൈവമാ, രണ്ടാമതൊരാളല്ല. പ്രമാണം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായ ദൈവത്തിൻ്റെ വചനമാണ്. മാർത്തോമ സഭയിലുണ്ടായിരുന്ന 2 പേർ. ഞാനൊരു സഭയുടെ പേര് പറഞ്ഞതുകൊണ്ട് ക്ഷമിക്കണം. ഞാൻ അവരെ ഒത്തിരി ബഹുമാനിക്കുന്നു. ഞാൻ അവിടെ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്കൊരു ബൈബിൾ ബാക്ക്ഗ്രൗണ്ട് കിട്ടിയത്. നല്ല ബൈബിൾ ബാക്ക്ഗ്രൗണ്ട് കിട്ടിയത് അവിടുന്നാണ്. പക്ഷെ അവിടുന്ന് 2 പേര് സ്നാനപ്പെട്ടു. ഒന്ന് മൂത്തമ്പക്കൽ കൊച്ചുകുഞ്ഞു ഉപദേശിയായിരുന്നു. അദ്ദേഹം സ്നാനപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സ്നാന സമയത്ത് പാടാൻ അദ്ദേഹം എഴുതിയുണ്ടാക്കിയ ഒരു പാട്ടുണ്ട്. ആരിതാ വരുന്നു, ആരിതാ വരുന്നു, യേശു രക്ഷകനല്ലയോ. ആ പാട്ട് പാടിക്കൊണ്ട് സ്നാനപ്പെടാൻ അദ്ദേഹം എഴുതിയ പാട്ടാണ്. സ്നാനപ്പെട്ടു. 2 മഹാകവി KV സൈമൺ സാർ, അദ്ദേഹവും സ്നാനപ്പെട്ടു. സഭയുടെ സെനഡ് ന്യായവിസ്താരത്തിനിരുന്ന ചരിത്രം, അതിനകത്ത് കൂടിയിരുന്ന ഒരാൾ ഐരുരച്ചൻ പറഞ്ഞു കേട്ടാ. കൂടിയിരുന്ന മൂത്തമ്പക്ക കൊച്ചുഞ്ഞുദേശി ആദ്യം വിളിച്ചു. ഇവിടെ കൊച്ചുഞ്ഞ്, നീ മുങ്ങിന്ന് കേട്ട്, കലക്കവെള്ളത്തിൽ മുങ്ങുന്നു. നേരാണോടാ? നേരാണ്. നിനക്ക് പെമ്പിള്ളേരാന്നറിയാമോടാ? മുടക്കുമട നിന്നെയൊക്കെ ഞാൻ എടപ്പോ വസ്തുക്കൾ പോലും എഴുതി കൊടുത്ത പലരും ഉണ്ട്. മുടക്കുമട നിന്റെ പിള്ളേരുടെ കല്യാണം നടക്കില്ലെന്നറിയാമോടാ? ഉള്ളി ആവപ്പാടെ ആലല പോലെ പറഞ്ഞു. ഞാൻ എന്തോ വേണമെന്ന് വെച്ചു. എഴുതിക്കൊണ്ടാ തെറ്റിപ്പോയി. മാത്രമല്ല, തുടർന്ന് നീ പ്രസംഗിക്കുമ്പോൾ ഇത് പറയുകയും വേണം. അന്നു മുതൽ മൂത്തമ്പക്കൽ കൊച്ചുകുഞ്ഞു വെച്ച് പ്രസംഗിക്കുമായിരുന്നു, എൻ്റെ സുവിശേഷം 104 ഡിഗ്രി പനിയുള്ളവനും കൊള്ളാവുന്നതാ. കൊച്ചുകുഞ്ഞുദേശിൻ്റെ സഹപ്രവർത്തകനായിരുന്നു എൻ്റെ വല്യപ്പച്ചൻ. അതുകൊണ്ടാണ് ഇത്ര അക്യുറേറ്റ് ആയിട്ടൊക്കെ പറയുന്നത്. അവരൊന്നിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് എൻ്റെ വല്യപ്പച്ചനുമായിട്ട്. പെന്തക്കോസ്തുകാരൻ്റെ സുവിശേഷം പനിയുള്ളവനൊക്കെയില്ല, പനിയുള്ളവന് മുങ്ങാൻ, പച്ചവെള്ളത്തിൽ മുങ്ങാനൊക്കെയില്ലെന്ന് അയാൾ പറയുന്നത്. 104 ഡിഗ്രി പനിയുള്ളവനും അംഗീകരിക്കാവുന്ന ഉപദേശമായി എൻ്റേതെന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ഫൈൻ, അങ്ങനെ അതുവഴി പോയി. 2ാമത് വിളിച്ചത് മഹാകവി KV സൈമനെയാണ്. സൈമൻ പാടുമെന്ന് പറഞ്ഞു. സൈമൻ സാർ കയറി ചെന്നു. താൻ കലക്കവെള്ളത്തിൽ മുങ്ങിയെന്ന് കേട്ടത് നേരാണെന്ന് വെച്ചു. അദ്ദേഹം പറഞ്ഞു, 1 മിനിറ്റ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒരു കോടതി ന്യായം വിധിക്കണമെങ്കിൽ ആ വിധിക്കുന്ന കോടതിയും വിധിക്കപ്പെടുന്ന വ്യക്തിയും അംഗീകരിക്കുന്ന ഒരു തത്വസംഹിത വേണം, കോൺസ്റ്റിറ്റ്യൂഷൻ. ഏത് കോൺസ്റ്റിറ്റ്യൂഷനല്ല നിങ്ങൾ എന്നെ ന്യായം വിധിക്കുന്നതെന്ന് കേട്ടാ കൊള്ളാവുന്നവർ. ഐരുരച്ചനാണ് മറുപടി പറയാൻ വന്നത്. ബൈബിളെന്ന് അയാൾ വരെ പറഞ്ഞപ്പോഴത്തേക്ക് KM ദാനിയേൽ സാർ അടുക്കൽ ഉണ്ടായിരുന്നു. കയറി വാപൊത്തി, വിണ്ടല്ലേ അച്ചു എന്ന്. അതും പ്രകാരം അവൻ ചെയ്തേ ശരിയാണ്. അച്ഛൻ കയറി ബൈബിളും പ്രകാരം വന്ന് പറയുന്നതിനോട് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എടുത്ത് താഴെത്തല്ലും. അവൻ ചെയ്തത് കറക്റ്റാണ്. സൈമൻ തന്നെ പിന്നെ വിളിക്കാം പൊക്കോളാൻ പറഞ്ഞ ആ പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നെ ന്യായം വിധിക്കുന്നത് ദൈവവചനം കൊണ്ടാണ്. എന്നെ വിധിക്കുന്നത് ദൈവമാ. നമ്മളിലെ ഓരോരുത്തരെയും യേശുവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി തയ്യാറാകാൻ വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടായില്ല, നമ്മുടെ ഒരുക്കം എന്നായി. കർത്താവേ, അങ്ങയുടെ മണവാട്ടി സഭയിൽ പങ്കാളിയാകണം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. എവിടെയെങ്കിലും ഒരു കുടിലിൽ നിങ്ങളെ ആക്കാനല്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും തീയോട് ശോധന ചെയ്ത് അതിന് തക്കവണ്ണം വിധിക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം ചിലതുണ്ടാകുവാൻ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം.
ഏതായാലും ഇത്രയുമായി 2-3 മിനിറ്റ് മാത്രം കണ്ണുകളൊന്ന് അടയ്ക്കാമോ? കർത്താവേ, അടിയൻ്റെ ദൃഷ്ടിപഥത്തിനകത്തുള്ളവരെ തൃക്കരങ്ങളിൽ തരുന്നു. ശബ്ദപഥനത്തിനകത്തുള്ളവരെയും ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണമേ. ദൈവത്തിൻ്റെ വചനം ത്യജിച്ചു കളയുവാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ദുരാത്മവ്യാപാരങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങുവാൻ അടിയൻ്റെ ദൃഷ്ടിപഥത്തിലുള്ളവരെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദേശത്തെ അങ്ങയുടെ മുമ്പിൽ വയ്ക്കുക. കർത്താവ് അവരോട് സംസാരിച്ചു. തുടർന്ന് ദൈവവുമായി ഒരു പ്രതികരണത്തിന് ഞങ്ങൾ തയ്യാറാകട്ടെ. ആരെങ്കിലും എന്നെയും എൻ്റെ വചനത്തെയും കുറിച്ച് വ്യഭിചാരവും കോട്ടവുമുള്ള തലമുറയിൽ ലജ്ജിച്ചാൽ അവരെക്കുറിച്ച് ഞാനും ലജ്ജിക്കുമെന്ന് പറഞ്ഞ യേശുവേ, ലജ്ജയില്ലാതെ കർത്താവിനെ അംഗീകരിപ്പാൻ ഒരു ധൈര്യം ഞങ്ങൾക്ക് തരണേ. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവരെന്നവരുടെ കൂട്ടത്തിലാകാതെ ധൈര്യത്തോടെ ദൈവം മുമ്പിൽ നിൽപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.